അധികാരത്തോടെ അന്യഭാഷകളിൽ 1 മിനിറ്റ് സംസാരിച്ചു കൊണ്ടിരുന്നേ. Not as a worship, but as a command. Open your mouth and speak in tongues. Not as a worship, but with an authority. Shel Bahartonia, Shal Gabahurs Mahoni, Jibar Beheri. ആത്മമണ്ഡലം ചിലർക്കായി തുറന്നു വരും. Somebody is moving to the presence of God. More closer. More closer. Releasing the power. കണ്ണുകളെ ഇറുക്കി അടച്ച്, ആരും കരങ്ങളെ അടിക്കണ്ട. Not as a worship, but with an unusual authority. സാധാരണമല്ലാത്ത ഒരു അധികാരം നിന്റെ മേൽ വ്യാപരിക്കുന്നത് നീ അനുഭവിക്കുന്നുവെങ്കിൽ അധികാരത്തോടെ 1 മിനിറ്റ് അന്യഭാഷകളിൽ സംസാരിച്ച്. അത് കൈയടിച്ചൊരാരാധനയല്ല. അന്യഭാഷകളിൽ നീ 1 മിനിറ്റ് അധരങ്ങളെ തുറന്ന് നിങ്ങൾ ശബ്ദമുയർത്തി സംസാരിച്ചാട്ട്. ലാൽ ബഖൽ ബോഗോ സമഹത്തെ ജബാർ ദിബിനി കട്ടോൽ ബന പ്രഭാനിയ ഓവർകമിംഗ് ദ പവേഴ്സ് ഓഫ് നേഷൻസ്. ജാതീയ ശക്തികളെ ഞങ്ങൾ കീഴ്പ്പെടുത്തുന്നു. പൈശാചിക അധികാരങ്ങളെ ഞങ്ങൾ ഒതുക്കുന്നു. ഇരുട്ടിന്റെ ആധിപത്യങ്ങളെ ഞങ്ങൾ ഞെരുക്കുന്നു. ലാൽ കട്ടൽ ബല കട്ടോൽ ബാനി. നന്മയുടെ വാതിലുകളെ ഞങ്ങൾ ദൈവിക അധികാരത്തിൽ തുറക്കുന്നു. ഇരുട്ടിനകത്തുനിന്ന് ചില നിക്ഷേപങ്ങളെ ഞങ്ങൾ പുൾ ഔട്ട് ചെയ്യുന്നു. ഇരുട്ടിനകത്തുനിന്ന് ചില നിക്ഷേപങ്ങളെ ഞങ്ങൾ പുൾ ഔട്ട് ചെയ്യുന്നു. ഇരുട്ടിനകത്തുനിന്ന് ചില നിക്ഷേപങ്ങളെ ഞങ്ങൾ ദൈവിക അധികാരത്തിൽ വലിച്ചെടുക്കുന്നു. We command in kingdom authority out. Jesus. Jesus. ഇരുട്ടിനകത്തൊരു നിക്ഷേപം ഇരിപ്പുണ്ട്. ഇരുട്ടിനകത്തൊരു നിക്ഷേപം ഇരിപ്പുണ്ട്. നീ അഭിഷേകത്തിൽ അത് വലിച്ചെടുത്തേ. നീ അഭിഷേകത്തിൽ അത് വലിച്ചെടുത്തേ. A treasure from the darkness. Sir! Press! Jesus. Oh, ദൈവിക അധികാരത്തിൽ കർത്താവിങ്കിൽ നിന്ന് ഞാൻ വാങ്ങിച്ചു റിലീസ് ചെയ്യുന്നു. കർത്താവിങ്കിൽ നിന്ന് ഞാൻ വാങ്ങിച്ചു റിലീസ് ചെയ്യുന്നു. പ്രവാചകരെ, നിന്റെ കൈ രാജാവിന്റെ കൈക്ക് മീതെ ഇരിക്കും. അഭിഷക്തനെ, നിന്റെ കൈ രാജാവിന്റെ കൈക്ക് മീതെ ഇരിക്കും. ദൈവത്തിന്റെ അധികാരമുള്ള മനുഷ്യ, നിന്റെ കൈ മാനുഷിക അധികാരങ്ങൾക്ക് ഉയരത്തിലിരിക്കും. സ്തോത്രം, 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 സ്തോത്രം.
സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കരവും ശബ്ദവും ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞോട്ടെ. ശബ്ദത്തോടെ ഹല്ലേലൂയ. മഹാപുരുഷാരത്തിന്റെ ആരവം പോലെ, തകർപ്പയുടെ നാദം പോലെ ശബ്ദമുയർത്തി ഹല്ലേലൂയ. യെബേസ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. വാക്കുകളിൽ ഒതുങ്ങുന്ന ഒരു അനുഗ്രഹമല്ല. ബ്ലസ് മീ ഇൻഡീഡ്. പ്രാവർത്തികമാകുന്ന, അക്ഷരീകമാകുന്ന ഒരു അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരട്ടെ. രണ്ടാമതായി താൻ പറയുകയാണ്, ഓ എന്നെ അതിരുകൾ വിശാലമാക്കപ്പെടട്ടെ. മൂന്നാമതായി താൻ പറയുകയാണ്, ദൈവത്തിൻ്റെ കരം എന്നോട് കൂടെ ഇരിക്കട്ടെ. ഇന്ന് രാത്രികാലം സ്വർഗത്തിലേക്ക് കണ്ണുയർത്തി എന്ന് പറഞ്ഞ് ബ്ലസ് മീ ഇൻഡീഡ്, ബ്ലസ് മീ ഇൻഡീഡ്. കർത്താവേ, എന്നെ അക്ഷരം പ്രതി അനുഗ്രഹിക്കണം. വാക്കുകളിലല്ല, പ്രവൃത്തിയിൽ തന്നെ അത് സംഭവിക്കട്ടെ. കർത്താവേ, എൻ്റെ അതിരുകളെ വിശാലമാക്കണമേ. കർത്താവേ, അങ്ങയുടെ കരം എന്നോട് കൂടെ ഇരിക്കണമേ. ജീസസ്. ദൈവത്തിൻ്റെ കരം നമ്മോട് കൂടെ ഇരിക്കും. വീണ്ടും പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ കരം നമ്മോട് കൂടെ ഇരിക്കുന്നതിൻ്റെ ചില അനുഭവങ്ങളെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുകയായിരുന്നു. ആമേൻ. ഇസ്രായേൽ രാജാവിനോട് പറയുകയാണ്, നിന്റെ കൈ വില്ലിൻ്റെ മേലിൽ വെക്കുക, പ്രവാചകൻ്റെ കരം അതിൻ്റെ മേലിൽ വിരിക്കും. നീ വിശ്വാസത്തോടെ ഏത് വിഷയത്തിൻ്റെ മേലിൽ കൈവെക്കുമോ, ദൈവത്തിൻ്റെ കരം നിൻ്റെ മേലിരിക്കും. നീ വിശ്വാസത്തോടെ ഏത് വിഷയത്തിന്മേൽ കൈവെക്കുമോ, ദൈവത്തിൻ്റെ കരം അതിൻ്റെ മേൽ വെക്കും. നീ വിശ്വാസത്തോടെ ഒരു വ്യക്തിയുടെ മേൽ കൈവച്ചാൽ, നീ വിശ്വാസത്തോടെ ഒരു വിഷയത്തിൻ്റെ മേൽ കൈവച്ചാൽ, ദൈവത്തിൻ്റെ കരം അതിൻ്റെ മേലിരിക്കും. സ്തോത്രം. ആ വില്ലിൽ നിന്ന് പുറപ്പെടുന്ന അസ്ത്രത്തെ നോക്കി പ്രവാചകൻ വിളിച്ചു പറയുകയാണ്, ഇത് അരാമ്യർക്ക് നേരെയുള്ള ജയത്തിൻ്റെ അസ്ത്രം. സ്തോത്രം. മോശയുടെ വലങ്കയിൽ ചെല്ലുമാറായ ദൈവത്തിൻ്റെ കരം. സ്തോത്രം. ഇന്ന് ദൈവത്തിൻ്റെ കൈ യെഹെസ്കേലിൻ്റെ മേൽ വന്നു. പ്രശ്നം വന്നപ്പോഴല്ല കരം വന്നത്, പ്രശ്നങ്ങൾക്ക് മുമ്പേ ആ കരം തൻ്റെ മേൽ വന്നു. കഴിഞ്ഞ രാത്രി വന്നവർക്കറിയാം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന്. ആമേൻ. ദൈവത്തിൻ്റെ കൈ തൻ്റെ മേൽ വന്നതുകൊണ്ട് തൻ്റെ വായി തുറന്നു, ഉത്തരം മുട്ടിയതും ഇല്ല. ഇന്ന് പ്രഭാതത്തിൽ രണ്ട് വിഷയങ്ങളെ ചേർത്ത് നാം പ്രാർത്ഥിക്കുകയായിരുന്നു. ദൈവകരത്തിൻ്റെ രണ്ട് അനുഗ്രഹങ്ങൾ, അവയെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. ഒരിക്കൽ കൂടെ ആ ഭാഗം പറഞ്ഞിട്ട് അടുത്ത വിഷയത്തിലേക്ക് പ്രാർത്ഥിക്കുവാൻ കയറുകയാണ്. എസ്രായുടെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, എസ്രായുടെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യത്തിൽ പറയുകയാണ്, 1-ാം മാസം 1-ാം തീയതി അവൻ ബാബേലിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. അടുത്തത്, ദൈവത്തിൻ്റെ കൈ അനുകൂലമായിരുന്നത് കൊണ്ട് 5-ാം മാസം 1-ാം തീയതി യെരൂശലേമിലെത്തി. ദൈവത്തിൻ്റെ കൈ അനുകൂലമായിരുന്നാൽ റൈറ്റ് ടൈമിൽ കാര്യങ്ങൾ നടക്കും. നെവർ ഡിലേ. ആമേൻ. ഒന്ന് പ്രീപോൺ ചെയ്യത്തില്ല, ഒന്ന് പോസ്റ്റ്പോൺ ചെയ്യത്തില്ല. ദൈവത്തിൻ്റെ കൈ അനുകൂലമായിരുന്നാൽ നിശ്ചിത സമയത്ത് കാര്യങ്ങൾ നടക്കും. ഇസ്രായേൽ മിസ്രൈമിൽ വന്ന് 430 സംവത്സരം തികഞ്ഞ അന്ന് രാത്രി, ഓൺ ദ സെൽഫ് സെയിം ഡേ, ഓൺ ദ സെൽഫ് സെയിം നൈറ്റ്, ആ പറഞ്ഞ അതേ രാത്രി കർത്താവ് അവനെ പുറപ്പെടുവിച്ചു. ഇന്ന് രാത്രി വിശ്വസിക്ക് ദൈവത്തിൻ്റെ പൈതലെ, ദൈവത്തിൻ്റെ കരം അനുകൂലമായിരിക്കുമ്പോൾ സമയം തെറ്റുകയില്ല. ദർശനം നിറവേറുവാൻ വേണ്ടി നീ ഭാരപ്പെടണ്ട. ദർശനം അതിൻ്റെ നിവൃത്തിയിലേക്ക് ദർശനം തന്നെ ബന്ധപ്പെടുകയാണ്. ദർശനം നിറവേറുവാൻ വേണ്ടി നമ്മൾ ബന്ധപ്പെടണ്ട. ദർശനം നിറവേറുവാൻ ദർശനം തന്നെ എന്ത് ചെയ്യുകയാണ്? ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദർശനം അതിൻ്റെ നിവർത്തീകരണത്തിനായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ കരം നമുക്ക് അനുകൂലമായിരിക്കട്ടെ. റൈറ്റ് ടൈമിൽ കാര്യങ്ങൾ സംഭവിക്കട്ടെ. ഈ 2025 ദൈവത്തിൻ്റെ കരത്തിൻ്റെ ഫേവറിന് വേണ്ടി പ്രാർത്ഥിച്ചോ. ഒരിടത്തും നിൻ്റെ ഒരു സംഗതിയിൽ ലോക്കായി കിടക്കാൻ, ഡിലേ ആകാൻ ദൈവം അനുവദിക്കത്തില്ല.
ദൈവത്തിൻ്റെ കരം അനുകൂലമായി ഇരിക്കുന്നവന് വേണ്ടി കറക്റ്റ് സമയത്ത് ദൈവം കാര്യങ്ങളെ നടത്തും. വീണ്ടും എസ്രായുടെ പുസ്തകം 8-ാം അധ്യായം 18 തുടങ്ങി വായിക്കുമ്പോൾ അവിടെ പറയുകയാണ്, ഞങ്ങളുടെ ദൈവത്തിൻ്റെ കൈ ഞങ്ങൾക്ക് അനുകൂലമായിരുന്നതിനാൽ അവർ ഇസ്രായേലിൻ്റെ മകനായ ലേവിയുടെ മകനായ മഹ്ലിയുടെ പുത്രന്മാരിൽ വിവേകമുള്ളൊരു പുരുഷൻ അതിൻ്റെ അടുത്ത വാക്യത്തിലേക്ക് വന്നാട്ടെ. അടുത്ത വാക്യത്തിലേക്ക് അടുത്ത വാക്യം ഒന്ന് ഡിസ്പ്ലേ ചെയ്താട്ടെ. 19-ാം വാക്യം 20-ാം വാക്യത്തിലേക്ക് വന്നാട്ടെ. 20-ാം വാക്യത്തിലേക്ക് ഇങ്ങനെ 20 പേരെയും ദാവീദും പ്രഭുക്കന്മാരും ലേവ്യർക്ക് ശുശ്രൂഷക്കാരായി കൊടുത്ത ദൈവാലയ ദാസന്മാരിൽ 220 പേരെയും ഞങ്ങളുടെ അടുക്കൽ കൂട്ടിക്കൊണ്ടുവന്നു. ആമേൻ. അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ കൈ അനുകൂലമായിരുന്നാൽ നിനക്ക് ആവശ്യമായ വ്യക്തികളെ, വിവേകമുള്ള പുരുഷനെയും അവനോടുകൂടെ നൂറ്റിക്കണക്കിന് ആൾക്കാരെയും ദൈവം എന്തു ചെയ്യും? നിന്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടുവരും. നീ ഒരുത്തനെ തേടി അലയേണ്ടി വരത്തില്ല, നീ ഒരുത്തനെ അന്വേഷിച്ച് നടക്കേണ്ടി വരത്തില്ല. ദൈവം നിനക്ക് വേണ്ടി നിന്റെ അരികത്തേക്ക് അമേൻ, ദ ഡെസ്റ്റിനി ഹെൽപ്പേഴ്സ് വിൽ കം ഓൺ യുവർ വേ. നീ അവരെ തേടി അലയത്തില്ല, പകരം നിന്നെ തേടി നിന്റെ ഡെസ്റ്റിനി ഹെൽപ്പേഴ്സ് ഇങ്ങോട്ട് വരും. ഇന്ന് രാത്രി വിശ്വസിക്കുവാൻ കഴിയുന്നവരുണ്ടോ? ദൈവത്തിൻ്റെ കരം എനിക്ക് അനുകൂലമായിരുന്നാൽ റൈറ്റ് ടൈമിൽ റൈറ്റ് പേഴ്സൺസുമായി ഞാൻ കണക്റ്റ് ആകും. റൈറ്റ് ടൈമിൽ റൈറ്റ് പേഴ്സൺസുമായിട്ട്, കറക്റ്റ് സമയത്ത് കറക്റ്റ് വ്യക്തികളുമായിട്ട്. തെറ്റായ ഒരു സമയത്ത് എൻ്റെ ജീവിതത്തിൽ ഒന്നും നടക്കത്തില്ല, തെറ്റായ ഒരു വ്യക്തിയും എൻ്റെ ജീവിതത്തിൽ കണക്റ്റ് ആകത്തില്ല. ദ റൈറ്റ് പേഴ്സൺസ് വിൽ ബി കണക്റ്റഡ് അറ്റ് ദ റൈറ്റ് ടൈം. അതാണ് ദൈവത്തിൻ്റെ കരം എന്നോട് കൂടെ ഇരിക്കുന്നത്. നിന്റെ കുഞ്ഞിന് എപ്പോഴെങ്കിലുമല്ല വിവാഹം നടക്കുന്നത്, അറ്റ് ദ റൈറ്റ് ടൈം. ആരെയെങ്കിലും കിട്ടുമെന്ന് നീ ചിന്തിക്കരുത്. ദ റൈറ്റ് പേഴ്സൺ. ആമേൻ. നിനക്ക് എവിടെയെങ്കിലും ഒരു ജോലി കിട്ടുമെന്ന് നീ ചിന്തിക്കരുത്. നിനക്ക് ദൈവം നിശ്ചയിച്ച ജോലി തന്നെ കിട്ടും. എന്നെങ്കിലും കിട്ടുമെന്ന് നീ കരുതരുത്. ദൈവം നിനക്ക് വേണ്ടി കരുതി വെച്ച ജോലി ദൈവം എഴുതി വെച്ചിരിക്കുന്ന സമയത്ത്, നിശ്ചിതമായ സമയത്ത് തന്നെ ലഭിക്കും. നിനക്ക് എവിടെയെങ്കിലും ഒരു വീട് കിട്ടുമെന്ന് നീ പ്രതീക്ഷിക്കരുത്. ദൈവം ഉലക സ്ഥാപനത്തിന് മുൻപേ അളവുനൂൽ നിനക്ക് മനോഹര ദേശത്തിട്ട് നിന്റെ അവകാശത്തെ വേർതിരിച്ചിട്ടിട്ടുണ്ട്. നിന്റെ അവകാശത്തിന്മേൽ 7 ജാതികളും 31 രാജാക്കന്മാരും കയറി കുടിയിരുന്നാലോ അവരെ നീക്കിക്കളഞ്ഞ് നിന്റെ അവകാശത്തിന്മേൽ നിന്റെ കൊടി ഉയർത്തി നിന്റെ പാളയമടിക്കാം. ദൈവം നിനക്ക് വേണ്ടി അളന്ന് തിരിച്ചിട്ടിരിക്കുന്ന ഭൂമിയെ യെബൂസ്യർ കൈയടക്കി വെച്ച് നീ ഇതിൽ കടക്കത്തില്ലെന്ന് പറഞ്ഞാൽ, കുരുടന്മാരും മുടന്തന്മാരെയും കൊണ്ട് നിന്റെ അവകാശത്തിൽ നിന്ന് നിന്നെ ആട്ടിക്കളയുമെന്ന് പറഞ്ഞാലും, ദൈവം അളവ് നൂലിട്ട് വരച്ചു കുറിച്ചിട്ട് കുറ്റിയടിച്ച ഭൂമി അത് നിനക്ക് തന്നെ കിട്ടും. അറ്റ് ദ റൈറ്റ് ടൈം ദ റൈറ്റ് പേഴ്സൺ. അതാണ് ദൈവത്തിൻ്റെ കരം അനുകൂലമായിരിക്കുന്ന മനുഷ്യന്റെ ഭാഗ്യം. ഇന്ന് രാത്രി അധരം തുറന്ന് പറ, അങ്ങയുടെ കരം എനിക്ക് അനുകൂലമായിരിക്കട്ടെ. അറ്റ് ദ റൈറ്റ് ടൈം ദ റൈറ്റ് പേഴ്സൺ. ശരിയായ സമയത്ത് ശരിയായ വ്യക്തികളുമായി ദൈവം നിന്നെ കണക്ട് ചെയ്ത് നിന്റെ കാര്യങ്ങളെ സാധിപ്പിക്കുമ്പോൾ, എവിടെയെങ്കിലും നിന്റെ കുഞ്ഞിനൊരു അഡ്മിഷൻ കിട്ടുമെന്ന് നീ പ്രതീക്ഷിക്കരുത്. ദൈവം നിശ്ചയിച്ച യൂണിവേഴ്സിറ്റിയിൽ, ദൈവം നിശ്ചയിച്ച സബ്ജക്റ്റിൽ, ദൈവം നിശ്ചയിച്ച ക്ലാസ് റൂമിൽ പ്രവചനം, പ്രവാചികം, പ്രേവശവ പ്രവൽത്തോനിയ ലാസ്മനി അതൂർഗവ പ്രവേദനം. ജീസസ്. ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? ദൈവത്തിൻ്റെ കരം എനിക്ക് അനുകൂലമായിരുന്നാൽ, at the right time, at the right place, through the right person. ലാൽ കറ്റൽ മനാദി. ചിലപ്പോൾ ചില കാര്യങ്ങൾ താമസിക്കും. യോസേഫസ് പാനപാത്രവാഹകന്റെ പ്രമാണിയുടെ അടുക്കൽ പറഞ്ഞു, നീ രക്ഷ പ്രാപിക്കുമ്പോൾ രാജാവിൻ്റെ അടുക്കൽ എൻ്റെ കാര്യം കൂടെ ഒന്ന് പറയണം. പക്ഷെ പാനപാത്രവാഹകന്റെ പ്രമാണി മറന്നു. അല്ല, ദൈവം അവൻ്റെ മെമ്മറിയെ ഹൈബർനേറ്റ് ചെയ്തു. കാരണം അവിടെ നിന്ന് യോസെഫ് ഇറങ്ങിയാൽ യോസെഫ് എങ്ങോട്ട് പോകും? കിട്ടുന്ന സ്പീഡിൽ വേറെ ഏതെങ്കിലും ഒരു വീട്ടിൽ ചെന്ന് കൂലിവേലയ്ക്ക് നിൽക്കും. യെസ്, പൊത്തീഫറിൻ്റെ വീട്ടിൽ നിന്ന് പോയവൻ വേറെ ഒരു വീട്ടിൽ കയറി കൂലിവേലയ്ക്ക് നിൽക്കും. പക്ഷേ ദൈവം റൈറ്റ് ടൈമിൽ റൈറ്റ് പേഴ്സണെ കൊണ്ട് യോസഫിൻ്റെ പേര്
റൈറ്റ് സ്ഥലത്ത് പറയിച്ചു. ഇന്ന് രാത്രി ഞാൻ ജനത്തിൻ്റെ ചിന്തകളിലേക്ക് കയറി ഒന്ന് അറ്റാക്ക് ചെയ്തു കൊള്ളട്ടെ. നമ്മൾ പലപ്പോഴും പറയും, പിശാച് ഒരു വഴി അടച്ചാൽ ദൈവം 7 വഴി തുറക്കുമെന്ന്. ഒരിക്കലും തുറക്കത്തില്ല, ഒരിക്കലും തുറക്കത്തില്ല. ആമേൻ. ദൈവം 7 വഴി തുറന്നാൽ നിങ്ങൾ ഏത് വഴി കൂടെ പോകും? നോ നോ. ശത്രുവാ 7 വഴി ചിതറിയോടുന്നത്. ദൈവം നിനക്ക് വേണ്ടി 7 വഴി ഒരിക്കലും തുറക്കത്തില്ല. നിനക്ക് വേണ്ടി ദൈവ ലോക സ്ഥാപനത്തിന് മുമ്പേ ഡിസൈൻ ചെയ്ത ഡെസ്റ്റിനേഷനിലേക്കുള്ള ആ കറക്റ്റ് റൂട്ട് മാത്രമേ ദൈവം തുറക്കത്തുള്ളൂ. ആ വഴി ശത്രു ഒരിക്കലും അടയ്ക്കത്തുമില്ല. ഇന്ന് രാത്രി ഞാൻ പറയും, ശത്രു 700 വഴി അടച്ചാലും എൻ്റെ വഴി അടയ്ക്കത്തില്ല. അത് ദൈവം അവിടെ തന്നെ ഇട്ടേക്കും. ശത്രു അമേൻ, ഞാൻ ചെല്ലുന്ന 700 വഴികൾ അവൻ അടച്ചിട്ടേക്കും. കാരണം അതൊന്നും എൻ്റെ വഴിയല്ല. ഞാൻ വഴി തെറ്റാതിരിക്കേണ്ടതിന് ദൈവം പിശാചിൻ്റെ അടുക്ക പറഞ്ഞു, നീ വെറുതെ നിൽക്കുമല്ലോ, ആ വഴിയിലെല്ലാം പോയി ഇങ്ങോട്ട് കയറല്ലേ എന്ന് പറഞ്ഞേക്കാൻ. ഇന്ന് രാത്രി കാലം അമേൻ, പിശാച് ഇന്നലകളിൽ എൻ്റെ മുൻപാകെ അടച്ച എല്ലാ വഴികൾക്ക് സ്തോത്രം. അതൊന്നും എൻ്റെ വഴി അല്ലായിരുന്നു. പകരം എൻ്റെ വഴി the God designed, the God destined. ആ റൂട്ട് അവൻ അതിൽ കയറാൻ പോലും പറ്റത്തില്ല. കാരണം എൻ്റെ ദൈവം എന്നോട് പറഞ്ഞ വാഗ്ദത്തം, അവിടെ ഒരു വിശുദ്ധ വഴി ഉണ്ടാകും, ഒരു പാതയും പെരുവഴിയും ഉണ്ടാകും. ഒരു ദുഷ്ടമൃഗമോ അതിൽ കയറത്തില്ല. ജീസസ്. ദൈവം 7 വഴി തുറക്കത്തില്ല. ദൈവം നിനക്ക് വേണ്ടി കരുതിയിരിക്കുന്ന ഡെസ്റ്റിനേഷനിലേക്കുള്ള ഗോഡ് ഡിസൈൻഡ്, ഗോഡ് ഡിസ്റ്റൈൻഡ് റൂട്ട്, അത് മാത്രമേ തുറക്കത്തുള്ളൂ. അത് മാത്രമേ തുറക്കത്തുള്ളൂ. അത് തുറക്കേണ്ട ആവശ്യമില്ല. അത് ഓൾറെഡി എന്ത് ചെയ്യുക? തുറന്നിരിക്കുക. ജീസസ്. വാതിലുകൾ നിനക്ക് തുറക്കേണ്ടതിനും അടുത്തത് കതകുകൾ നിനക്ക് അടയാതിരിക്കേണ്ടതിനും. ജീസസ്. തുറക്കേണ്ട പല വഴികളും കാണും, പക്ഷേ ദൈവം എനിക്ക് വേണ്ടി നിശ്ചയിച്ച വാതിൽ അത് തുറന്നു തന്നെ കിടക്കുകയാണ്. ഞാൻ അതിലേക്ക് at the right time, through the right person, I shall reach there at the right time. Jesus. Amen. എൻ്റെ സഹോദരങ്ങളെ, മരണദിവസത്തിൻ്റെ മേൽ അധികാരമുള്ള ഒരു മനുഷ്യനുമില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അത് ബൈബിളിൽ നിന്ന് നമ്മൾ ആവർത്തിച്ച് പറയുന്നു. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളോട് തിരിച്ചു ചോദിക്കട്ടെ, നിങ്ങളുടെ മരണദിവസത്തിൻ്റെ മേൽ പിശാചിന് അധികാരമില്ല എങ്കിൽ പിന്നെ നിങ്ങളുടെ ഏത് ദിവസത്തിൻ്റെ മേലുള്ള പിശാചിന് അധികാരം? എൻ്റെയും നിങ്ങളുടെയും മരണദിവസത്തിന്മേൽ മാത്രമേ ദൈവത്തിന് അധികാരമുള്ളൂ? അല്ല. എൻ്റെയും നിങ്ങളുടെയും ഓരോ ലൈഫിൻ്റെ ലെവലിൻ്റെയും ഷിഫ്റ്റിങ്ങിൻ്റെ ഡേറ്റ് ദൈവം എന്ത് ചെയ്തിട്ടിരിക്കുക? എഴുതിയിട്ടിരിക്കുക. ജീസസ്. ഈ 2024 സായാഹ്നത്തിൽ നമ്മൾ ഒരുമിച്ച് ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് ശുശ്രൂഷിക്കും, ദൈവ സാന്നിധ്യത്തോട് അടുക്കുമെന്നുള്ളത് യാദൃശ്ചികമല്ല. ഗോഡ് ഡിസൈൻ, ഗോഡ് ഡിസൈൻ. ഇന്ന് രാത്രി കരമടിച്ചൊരു നിമിഷം, റൈറ്റ് പേഴ്സൺ, റൈറ്റ് ടൈം, അറ്റ് ദ റൈറ്റ് ടൈം. ജീസസ്. ആമേൻ. ആമേൻ. ജീസസ്. എൻ്റെ സഹോദരങ്ങളെ, ഡെസ്റ്റിനി ഹെൽപ്പേഴ്സിനെ ഒരിക്കലും നമ്മൾ അന്വേഷിച്ച് നടക്കേണ്ടി വരത്തില്ല. നമ്മൾ ഇരിക്കുന്ന ഇടത്ത് ഇങ്ങോട്ട് വന്ന് കണക്റ്റ്. ആമേൻ. കാക്കയെ കെരീത്ത് തോട്ടിൽ എത്തിച്ചു. സീദോനരികെയുള്ള സരെപ്തയുടെ വാതിൽക്കലെത്തിയപ്പോൾ കയറി 4 വീട് ചുറ്റിത്തിരിഞ്ഞില്ല. വാതിൽക്കലെത്തിയപ്പോൾ ഒരു സ്ത്രീ വിറക് വിറക്കുന്നത് കണ്ടു. ചൂരച്ചെടിയുടെ ചുവട്ടിൽ കിടക്കുമ്പോൾ ദൂതൻ അവിടെ വന്നു. യുവർ ഡെസ്റ്റിനി ഹെൽപ്പർ വിൽ റീച്ച് ഔട്ട് യു. നിന്റെ ലൊക്കേഷൻ കർത്താവ് ഷെയർ ചെയ്തിട്ടുണ്ട്. അവൻ അവിടെ വരും. അവൻ്റെ ഉത്തരവാദിത്വമാണ് നിന്നെ കണ്ടെത്തുക എന്നുള്ളത്. ജീസസ്. ദൈവത്തിൻ്റെ കരം എനിക്ക് അനുകൂലം ആകണമേ. ഒന്ന് പറഞ്ഞേ,
അങ്ങയുടെ കരം എനിക്ക് അനുകൂലം ആകണമേ. ദാനിയേലിൻ്റെ പുസ്തകം 10-ാം അധ്യായം 10-ാം വാക്യത്തിലേക്ക് ഒന്ന് കടന്നു വരാം. ദാനിയേലിൻ്റെ പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യമല്ല, അതിന് മുകളിൽ തുടങ്ങി ഒന്ന് വായിക്കാം. ആമേൻ. 7-ാം വാക്യം തുടങ്ങി ഒന്ന് വായിച്ചോട്ടെ. ദാനിയേൽ എന്ന ഞാൻ മാത്രം ഈ ദർശനം കണ്ടു. എന്നോട് കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ദർശനം കണ്ടില്ല. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, സ്തോത്രം, ആർക്കും കൂടെയുള്ള ആർക്കുമില്ലാത്ത ചില ദർശനങ്ങളിൽ കൂടെ ദൈവം നിന്നെ കടത്തിവിടും. ആമേൻ. നിന്റെ ചർച്ചിൽ ആർക്കും അതുണ്ടായിരിക്കത്തില്ല, നിന്റെ ഫാമിലിയിൽ ആർക്കും അതുണ്ടായിരിക്കത്തില്ല, നിന്റെ സിബ്ലിങ്സിൽ ആർക്കും അതുണ്ടായിരിക്കത്തില്ല. നിന്റെ കൂടെയുള്ളവർക്കാർക്കുമില്ലാത്ത ഒരു വിഷൻ ദൈവം നിനക്ക് നൽകും. പക്ഷേ അതിനുവേണ്ടി നീ കൊടുക്കേണ്ട വില ഭയങ്കരമായിരിക്കും. Holy Spirit, an uncommon, a unique vision. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, സമാനമായ ദർശനമുള്ള 1000 പേർക്കുള്ള ഒരു ദർശനമാണ് നിനക്കുള്ളതെങ്കിൽ സ്തോത്രം, നിന്റെ പോരാട്ടം സഹജമായിരിക്കും. പക്ഷേ ദൈവം നിന്നെ വിളിച്ചിരിക്കുന്ന വിളി വ്യത്യസ്തമാണെങ്കിൽ നിന്റെ ദർശനവും വ്യത്യസ്തമായിരിക്കും. എൻ്റെ കൂടെയുള്ളവർക്കില്ലാത്തതായ ഒരു ദർശനം എനിക്കുണ്ടായി. ഇന്ന് രാത്രി നീ ചോദിച്ചേക്കാം, ആർക്കുമില്ലാത്ത ഒരു പരിശോധന എന്താ എനിക്ക്, ആർക്കുമില്ലാത്ത ഒരു വെല്ലുവിളി എന്താ എനിക്ക്? കാരണം മറ്റാർക്കുമില്ലാത്ത ഒരു ദർശനമാണ് നിനക്ക് മേൽ വീണിരിക്കുന്നത്. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ സംശയമുളവാക്കുന്ന ഒരു വിഷയം ഞാൻ പറയാം. സ്തോത്രം. നിങ്ങളിൽ എത്ര പേർ ചിന്തിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ദാനിയേലിൻ്റെ പുസ്തകം 3-ാം അധ്യായം എടുക്കണ്ട, പറഞ്ഞു പോകാം. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്ന് വിളിക്കപ്പെടുന്ന അസര്യാവ്, മീശായേൽ, ഹനന്യാവ്, ഈ 3 പേർ ബിംബത്തെ നമസ്കരിക്കാതെ തീയിലേക്ക് നടത്തപ്പെടുന്നു. ഞാനൊരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മുമ്പിൽ എറിയുന്നു. ആ സമയത്ത് ദാനിയേൽ എവിടെയായിരുന്നു? ദാനിയേൽ എന്തുകൊണ്ട് ഈ തീച്ചുളയിലേക്ക് പോയില്ല? ദാനിയേൽ ബിംബത്തെ വീണ് നമസ്കരിച്ച് കാണും അല്ലേ? അതുകൊണ്ടല്ലേ ദാനിയേൽ എസ്കേപ്പ് ആയത്? എന്തുകൊണ്ട് ദാനിയേൽ, യഹൂദ ബാലന്മാരിൽ 3 പേർ മാത്രമേ തീച്ചുളയിലേക്ക് വന്നുള്ളൂ? എന്തുകൊണ്ട് ദാനിയേൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടു? ആമേൻ. ഉത്തരം സിമ്പിളാണ്. ഇവരെക്കാട്ടിലും ഒരു ഹയർ പൊസിഷനിലായിരുന്നു ആര്? ദാനിയേൽ. മനുഷ്യന് ചോദ്യം ചെയ്യാൻ കഴിയാത്ത, മനുഷ്യനാൽ ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു അവസ്ഥയിലായിരുന്നു, ഒരു പൊസിഷനിലായിരുന്നു ആര്? ദാനിയേൽ. സ്തോത്രം. അപ്പോൾ ശദ്രക്കും, മേശക്കും, അബേദ്നെഗോവും മനസ്സിൽ പറഞ്ഞു കാണും, ദാനിയേൽ ഭാഗ്യവാനാ, അവൻ്റെ പൊസിഷൻ കൊണ്ട് അവൻ രക്ഷപ്പെട്ടോ, അവന് ക്യാബിനറ്റ് റാങ്ക് ഉള്ളത് കൊണ്ട് അവൻ രക്ഷപ്പെട്ടോ. നമ്മൾ ഇച്ചിരി സ്റ്റാറ്റസ് കുറവുള്ളവരായതുകൊണ്ടാ നമുക്ക് ഈ പ്രശ്നം. അവരെ പോലെ നമുക്ക് കാശുണ്ടായിരുന്നെങ്കിൽ, അവരെ പോലെ നമുക്ക് പിടിപാടുണ്ടായിരുന്നെങ്കിൽ, അവരെ പോലെ 4 പ്രവാചകന്മാരെ നമുക്കറിയുമായിരുന്നെങ്കിൽ, അവരെ പോലെ പാരമ്പര്യം നമുക്കുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ പ്രശ്നം വരത്തില്ലായിരുന്നല്ലോ. സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, ദാനിയേൽ ഒരു ലെവല് മുകളിലായിരുന്നു. അതുകൊണ്ട് ആ പരീക്ഷയിൽ നിന്ന് ദാനിയേൽ മാറിപ്പോയി. അമേൻ. പക്ഷേ ശദ്രക്കിനും, മേശക്കിനും, അബേദ്നെഗോവിനും അമേൻ ഈ പ്രതിസന്ധിയിൽ ഒന്ന് കൈയോട് കൈകോർത്ത് നടക്കാൻ തക്കവണ്ണം ഒരു കൂട്ടുണ്ടായിരുന്നു, ഒരു സ്നേഹിതനുണ്ടായിരുന്നു. പക്ഷേ 3-ാം അധ്യായം കഴിഞ്ഞ് 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഏത് പൊസിഷൻ കൊണ്ട് ദാനിയേൽ രക്ഷപ്പെട്ടോ അതേ പൊസിഷൻ കൊണ്ട് ദാനിയേൽ ഇപ്പോൾ പിടിക്കപ്പെട്ടോ. ഞാൻ പറയട്ടെ, ഇന്നലകളിലെ പരീക്ഷകളിൽ നിന്റെ അഭിഷേകം കൊണ്ട് നീ രക്ഷപ്പെട്ടെങ്കിൽ, നിന്റെ പ്രാർത്ഥന കൊണ്ട് നീ രക്ഷപ്പെട്ടെങ്കിൽ, അതേ അഭിഷേകം കൊണ്ട്, അതേ പ്രാർത്ഥന കൊണ്ട് നീ പിടിക്കപ്പെടുന്ന ഒരു സമയം വരും. ശദ്രക്കിനും, മേശക്കിനും, അബേദ്നെഗോവിനും പിടിക്കാൻ ചിലരുണ്ടായിരുന്നു. പക്ഷേ യാഥാർത്ഥ്യം തിരിച്ചറിയണോ, ദാനിയേലിന്റെ പരീക്ഷയിൽ കൈപിടിക്കുവാൻ അവൻ ഒരുത്തനും കൂട്ടില്ലായിരുന്നു. സ്തോത്രം. അഭിഷക്തനെ, ദൈവജനമേ, ചില പരീക്ഷകളിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നത് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടുവെന്ന് കരുതരുത്. ഇതിനേക്കാൾ വലുതൊന്ന് എനിക്ക് കാത്തിരിപ്പുണ്ട്. ഇതിനേക്കാൾ വലുതൊന്ന് എനിക്ക് കാത്തിരിപ്പുണ്ട്. കാരണം അത് വെളിപ്പെട്ടാലല്ലേ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടത്തുള്ളൂ. അത് വെളിപ്പെട്ടാലല്ലേ എൻ്റെ ദൈവം ആരാന്നൊന്നും അറിയത്തുള്ളൂ. അത് വെളിപ്പെട്ടാലല്ലേ പൗലോസിന് ഒരു വരിയും കൂടെ എഴുതാൻ പറ്റത്തുള്ളൂ. വിശ്വാസത്താൽ അവർ തീയുടെ ബലം കെടുത്തു, സിംഹങ്ങളുടെ വായടച്ചു എന്ന് ആവർത്തിച്ച് എഴുതണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ പിന്നെയും പരീക്ഷ കയറി വന്നാലല്ലേ പറ്റത്തുള്ളൂ. സ്തോത്രം.
കണ്ടോ? ശദ്രക്കും മേശക്കിനും അബേദ്നെഗോവിനും സിംഹക്കുഴിയിൽ വീഴേണ്ടി വന്നോ? ഇല്ല. ആമേൻ. കാരണം അവർ 3 പേര് ഒരുമിച്ച് തീച്ചുളയിൽ കൂടെ പോയവരാ. ഞാൻ മുൻപോട്ട് പോകട്ടെ. ആർക്കുമില്ലാത്ത പരിശോധന ദാനിയേലിന് വന്നു. ആദ്യത്തെ പരീക്ഷയിൽ ഇവർ 4 പേര് ഒരുമിച്ചായിരുന്നു. ആദ്യത്തെ 2 പരീക്ഷയിൽ ഇവർ 4 പേരും ഒരുമിച്ചായിരുന്നു. ആഹാരത്തിൻ്റെ പരീക്ഷയിലും ദർശനം, നെബൂഖദ്നേസർ കണ്ട ദർശന വ്യാഖ്യാനത്തിൻ്റെ പരീക്ഷയിലും ആദ്യത്തെ 2 പരീക്ഷയിൽ ഇവർ ഒരുമിച്ചായിരുന്നു. പക്ഷേ ക്ലാസ് മാറിയപ്പോൾ, ഗ്രേഡ് മാറിയപ്പോൾ പരീക്ഷയിൽ ഒറ്റയ്ക്കായി. നീ ഇന്നും 3-ാം ക്ലാസ്സിൽ തന്നെയാണ് പരീക്ഷ എഴുതുന്നതെങ്കിൽ നിനക്ക് കമ്പൈൻ സ്റ്റഡിക്ക് 4 പേര് കൂടെ കാണും. പക്ഷേ നിന്റെ ഗ്രേഡ് മാറിയെങ്കിൽ, നീ 10-ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതുന്നതെങ്കിൽ, നീ ഒരു സാധാരണ കോമൺ എക്സാം എഴുതുന്നതെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നിനക്ക് വർക്കൗട്ട് ചെയ്യാം. പക്ഷേ നീ കുറച്ചും കൂടെ ഗ്രേഡ് കയറിയതാണെങ്കിൽ, ആരും കടന്നുപോയിട്ടില്ലാത്ത, ആരും ഇതിനു മുമ്പ് അഭ്യസിച്ചിട്ടില്ലാത്ത, എൻ്റെ വിളി വേറെയാന്നേ, എൻ്റെ ദർശനം വേറെയാണെന്നേ, എൻ്റെ മേളിൽ കിടക്കുന്ന അഭിഷേകം വേറെയാണെന്നേ, ഞാൻ വേറെ ജനുസാണെന്നേ, എൻ്റെ DNA വേറെയാണെന്നേ, എൻ്റെ മേൽ കിടക്കുന്ന നിയോഗം വേറെയാണെന്നേ, എൻ്റെ മേൽ കിടക്കുന്ന പദ്ധതി അത് വേറെയാണ്. ദൈവം തൻ്റെ ജനത്തിന് നൽകുന്ന പ്രതികൂലം എപ്പോഴും യുണീക്കായിരിക്കും. ഇസ്രായേലിന്റെ അവസാന കാലത്തെ യുദ്ധത്തെക്കുറിച്ച് പറയുകയാണ്. ഭൂമിയിലെങ്ങും ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത കഷ്ടം അന്ന് യാക്കോബിനുണ്ടാകും. അന്ന് ഭൂമിയിലെങ്ങും കണ്ടിട്ടില്ലാത്തതുപോലെ ആകാശത്തു നിന്ന് മേഘാരൂഢനായി ഒരുത്തൻ സൈന്യവുമായി ഒലിവുമലയിൽ ഇറങ്ങി വരും. നിന്റെ പ്രശ്നം എവർ നെവർ ഹാപ്പൻഡ് എന്ന് പറയുന്നത് പോലെ ഹിസ്റ്ററിയിൽ ഇല്ലാത്ത ഒരു പ്രശ്നമാണ് നിന്റെ ജീവിതത്തിൽ വരുന്നതെങ്കിൽ, ഹിസ്റ്ററിയിൽ ഇല്ലാത്ത ഒരു റെസ്ക്യൂ മിഷൻ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കും. ജീസസ്, ജീസസ്, ജീസസ്. ആമേൻ. ഞാൻ മുമ്പോട്ട് പോകട്ടെ. ദാനിയേൽ പറയുക, എനിക്കൊരു ദർശനം ഉണ്ടായിരുന്നു, എൻ്റെ കൂടെയുള്ള ആർക്കുമില്ലാത്ത ഒരു ദർശനം. ഇന്ന് രാത്രി എത്ര പേർക്ക് പറയാൻ കഴിയും? ആർക്കുമില്ലാത്ത ഒരു ദർശനം എനിക്കുണ്ടെന്ന്. ആർക്കുമില്ലാത്തൊരു ദർശനം, ഒരു പെന്തക്കോസുകാരനും ഇല്ലാത്തൊരു ദർശനം, ഒരു പാസ്റ്റർമാർക്കും ഇല്ലാത്ത ദർശനം, ഒരു പ്രവാചകന്മാർക്കും ഇല്ലാത്ത ദർശനം. A unique vision എനിക്കുണ്ട്. ഇന്ന് രാത്രി എത്ര പേർക്ക് പറയാൻ കഴിയും? അതാ ദാനിയേൽ, അതാ ദൈവത്തിന്റെ മനുഷ്യൻ. ദാനിയേൽ എന്ന് ഞാൻ മാത്രം ദർശനം കണ്ടു. എന്നോട് കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ദർശനം കണ്ടില്ല. ഞാനൊരു അടുത്ത ഭാഗത്തിലേക്ക് വരാം. ആമേൻ. നിനക്ക് ദർശനമുണ്ട്, അവർക്ക് ദർശനമില്ല. ദർശനമില്ലാത്തവർക്ക് എന്തോ കിട്ടി? ഒരു മഹാഭ്രമം അവർക്ക് പിടിച്ചു. ദർശനമില്ലാത്തവന് മഹാഭ്രമം പിടിക്കും, വിറയൽ പിടിക്കും. സ്തോത്രം. ഞാൻ മുമ്പോട്ട് പോവുകയാണ്. നമുക്കിനി ഇച്ചിരി സ്പീഡിൽ പോകാം. അങ്ങനെ ഞാൻ തനിച്ചു ശേഷിച്ചിരുന്നു, ഈ ദർശനം കണ്ടു. നിന്റെ ദർശനം വ്യത്യസ്തമാണെങ്കിൽ അത് കാണാൻ കൂടെ എത്ര പേര് കാണും? ഞാൻ തനിച്ചു ശേഷിച്ചിരുന്നു. വായ്, അവൻ്റെ കയ്യിലിരിപ്പുണ്ടാണോ? നോ. അവൻ്റെ ദർശനം വേറെയായിരുന്നു. ഞാൻ തനിച്ചു ശേഷിച്ചിരുന്നു. ഇന്ന് രാത്രി ജീവിതത്തിൽ എവിടെയെങ്കിലും ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ പറയണം, എൻ്റെ ദർശനം യൂണീക്കാണ്. ജീസസ്. ഇവിടെ താൻ പറയുകയാണ്,
ഞാൻ ചുറ്റും നോക്കിയപ്പോൾ ആരും എന്നോടുകൂടെ ഇല്ല. എൻ്റെ അകത്തേക്ക് നോക്കിയപ്പോൾ എൻ്റെ ബലവും എന്നിലില്ല. ഇതാണ് ദർശനത്തിന് കൊടുക്കേണ്ടിയ വില കേട്ടോ. ഇതാണ് ദർശനത്തിന് കൊടുക്കേണ്ടിയ വില. അകത്തും ഒന്നും കാണത്തില്ല, പുറത്തും ഒന്നും കാണത്തില്ല. ആമേൻ. ഫിനാൻഷ്യലി നീ വീക്കാവും, ഫിസിക്കലി നീ വീക്കാവും, മെൻ്റലി നീ വീക്കാവും. സപ്പോർട്ട് ചെയ്യാൻ ഒരാള് അപ്പുറത്തും ഇപ്പുറത്തും കാണുകയും ഇല്ല. എൻ്റെ ഉള്ളിൽ ഒട്ടും ബലം ഇല്ലാതായി. എൻ്റെ ഉള്ളിൽ ഒട്ടും ബലമില്ലാതായി. എൻ്റെ ഉള്ളിൽ ഒട്ടും സാമ്പത്തിക ബലമില്ലാതെയായി. എൻ്റെ ഉള്ളിൽ ഒട്ടും മാനസിക ബലമില്ലാതെയായി. എനിക്കൊന്ന് ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കാൻ പോലും വയ്യ. എന്നാ ഒന്ന് കൂടിയിരുന്ന് പ്രാർത്ഥിക്കാൻ ഒരാളെ അന്വേഷിച്ചിട്ട് കിട്ടിയോ? അതും ഇല്ല. ആമേൻ. കഞ്ഞി വെച്ചിട്ട് 3 ദിവസമായി, നീ വല്ലതും കഴിച്ചോ എന്ന് ചോദിക്കാനും ഒരുത്തനില്ല. ഓ ആമേൻ. ദൈവം തരുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചാ തരുന്നത്. അകത്തും ബലമില്ല, കൂടെ നിൽക്കാനും ഒരുത്തനുമില്ല. താങ്ക് യു ഫോർ ദ സീസൺസ്. ആമേൻ. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന അഭിഷേകമുള്ള ദൈവമക്കളുടെ അടുക്കൽ ഞാൻ ചോദിക്കുക, ജീവിതത്തിൽ ഇതുവരെയെങ്കിലും ഇത് അനുഭവിക്കാത്തവർ ഇതിനകത്തുണ്ടോ? നോ. കൃപയുള്ള എല്ലാവരും കടന്നുപോയിട്ടുള്ള ഒരനുഭവമാണിത്. അകത്തും ഇല്ല, പുറത്തും ഇല്ല. ആമേൻ. എൻ്റെ സഹോദരങ്ങളെ, ആമേൻ. അടുത്തത്, എൻ്റെ മുഖശോഭ ക്ഷയിച്ചുപോയി, എനിക്കൊട്ടും ബലമില്ലാതെയായി. ഇനിയും 7-ാം വാക്യത്തിൻ്റെ അവസാനം മാത്രമൊന്ന് വായിച്ചട്ടെ. ഒരു മഹാഭ്രമം അവർക്ക് പിടിച്ചു, അവർ ഓടി ഒളിച്ചു. അവർക്കുണ്ടായ പ്രശ്നത്തിനകത്ത് 2 കാര്യം ഉണ്ടായിരുന്നു. അവർക്ക് ഓടാനൊരു ബലവും ഉണ്ടായിരുന്നു, അവർക്ക് ഒളിക്കാനൊരു സ്ഥലവും ഉണ്ടായിരുന്നു. അവർക്ക് ഓടാനൊരു ബലവും ഉണ്ടായിരുന്നു, അവർക്ക് ഒളിക്കാൻ ഒരു സ്ഥലവും ഉണ്ടായിരുന്നു. പക്ഷേ ദാനിയേലിനെ സംബന്ധിച്ച് അതിൻ്റെ 10-ാം വാക്യത്തിലേക്ക്, അതിൻ്റെ 9-ാം വാക്യത്തിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ, അവൻ്റെ വാക്കുകളുടെ ശബ്ദം കേട്ടപ്പോൾ ഞാൻ ബോധം കെട്ട് നിലത്ത് കവിണ്ണു വീണു. ബോധം കെട്ട് നിലത്ത് കവിണ്ണു വീണു. നിങ്ങൾ അതിനെ ഒന്ന് പിക്ചറൈസ് ചെയ്തേ. ഞാനത് പറയുന്നില്ല. ആമേൻ. Then I was in a deep sleep on my face and my face toward the ground. ദാനിയേൽ എങ്ങനെയായിരിക്കും വീണത്? മലയാളത്തിൽ സാധാരണ ഭാഷയിലൊന്ന് പറഞ്ഞേ. കുറച്ചിങ്ങടൊന്ന് സാധാരണ ഭാഷയിൽ പറഞ്ഞേ. അതെ, മൂക്കും കുത്തി വീണു. ജീസസ്. ദാനിയേൽ മൂക്കും കുത്തി വീണു. അതാണ് പറയുന്നത്, ഞാൻ കവിണ്ണു വീണു എന്ന് പറഞ്ഞാൽ മൂക്കും കുത്തി വീണു. ബോധം കെട്ട് മൂക്കും കുത്തി വീണു. ജീസസ്. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പൈതലേ, നിന്റെ ദർശനത്തിന് നീ കൊടുത്ത വിലയാ നീ മൂക്കും കുത്തി വീണത്. എല്ലാവർക്കും ഓടാൻ ബലവും ഉണ്ടായിരുന്നു, ഒളിക്കാൻ സ്ഥലവും ഉണ്ടായിരുന്നു. പക്ഷേ നിനക്ക് നിന്ന നിപ്പി നീ താഴെ വീണു. എവിടെയെങ്കിലും ഈ 2024 are you going through this crisis? Do not be dismayed. അതിൻ്റെ അടുത്ത വാക്യം 10-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. എന്നാറേ എന്ന് മലയാളത്തിൽ പറഞ്ഞാൽ അപ്പോൾ. അങ്ങനെ ഒരു സംഭവം എൻ്റെ മേൽ വന്നപ്പോൾ എന്നാറേ ഒരു കൈ എന്നെ തൊട്ടു. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പൈതലേ, the hand of God is favored upon you. നിന്റെ ദൈവത്തിൻ്റെ കൈ നിനക്ക് അനുകൂലമാണ്. നീ എവിടെ മൂക്കും കുത്തി വീണോ അവിടെ നിന്ന് നിന്നെ എഴുന്നേൽപ്പിച്ച് നിർത്താൻ ദൈവത്തിന്റെ കരം നിനക്ക് അനുകൂലമാണ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ കരം അനുകൂലമായി നിൽക്കുന്ന അഭിഷക്തന്മാർ വിളിച്ചു പറയട്ടെ, ഞാൻ മൂക്കും കുത്തി വീണുവെന്ന് ലോകം പറഞ്ഞയിടത്ത് ഞാനൊന്ന് എഴുന്നേറ്റു നിൽക്കോ. ലാബ ജരാബര റൽബോ ലഗശ പ്രൗഡാര.
തൊട്ടപ്പോ ഇവൻ എങ്ങനെ എഴുന്നേറ്റ് നിന്നേ? വിറയലോടെ എന്നെ മുഴങ്കാലും ഉള്ളംകൈയും ഊന്നി. എങ്ങനെയാ മുഴങ്കാലും ഉള്ളംകൈയും ഊന്നി നിൽക്കുന്നത്? എങ്ങനെയാ? ആമേ, മനസ്സിലാകാൻ പറയാം. കൊച്ചു പിള്ളേരെ ആന കളിപ്പിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു നിപ്പറിയാമോ? അതാ മുഴങ്കാലും ഉള്ളംകൈയും ഊന്നി നിൽക്കുക എന്ന് പറഞ്ഞാൽ മുട്ടേ നിന്നിട്ട് രണ്ട് കൈയും. അപ്പോ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നേരെ ഈ മനുഷ്യൻ മൂക്കിടിച്ച് വീണ് കിടന്നിടത്തുന്ന ഒരു കൈ തൊട്ടപ്പോ പതുക്കെ വലിഞ്ഞു നൂന്ന് താനിങ്ങനെ കുനിഞ്ഞ് ഈ മുഴങ്കാലുകൾക്കകത്ത് താനിങ്ങനെ നിൽക്കുകയാണ്. ആമേൻ. ഞാൻ പറയട്ടെ, ആമേൻ. വീണ ഇടത്തുനിന്ന് നിന്നെ പ്രാർത്ഥനയിലേക്ക് കയറ്റാൻ, നീ വീണുപോയ ഇടത്തുനിന്ന് നിന്നെ പ്രാർത്ഥനയിലേക്ക് കയറ്റാൻ, നിന്റെ മുഴങ്കാലുകളിൽ നിന്നെ കയറ്റി നിർത്താൻ, നിന്റെ ഉള്ളം കൈ ഊന്നി നിന്നെ നിർത്താൻ ഇന്നു രാത്രി ദൈവത്തിന്റെ കരം നിന്നെ തൊടുകയാണ്. ഈ രാത്രി ഇതാ ദൈവത്തിന്റെ കരം നിന്നെ തൊടുന്നു. To empower you in your prayer mat. ജബലഗഡഗർത്തനാദി. ഞാനൊരു കാര്യം ദൈവമക്കളോട് പറയാം. നമ്മുടെ ജീവിതത്തിന്റെ വിടുതൽ അടുക്കുന്നു എന്നുള്ളതിന്റെ ഒന്നാമത്തെ ലക്ഷണം എന്തുവാണെന്നറിയാമോ? റിസ്റ്റോറേഷൻ ഓഫ് അവർ പ്രയർ ലൈഫ്. ഒരുത്തന്റെ പ്രാർത്ഥനാ ജീവിതം പുനഃസ്ഥാപിക്കപ്പെടുന്നത് അവൻ രക്ഷപ്പെടാൻ പോകുന്നു എന്നുള്ളതിന്റെ അടയാളമാണ്. ഈ 2024 നിന്റെ നഷ്ടപ്പെട്ട പ്രാർത്ഥനാ ജീവിതം മടങ്ങി വരുന്നുണ്ടോ? നീ രക്ഷപ്പെടാൻ പോവാ. അങ്ങനെയെങ്കിൽ ഞാൻ തിരിച്ചൊരു കാര്യം കൂടെ പറയാ. നിന്റെ പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെടാൻ പോകുന്നെങ്കിൽ എവിടെയോ അറഞ്ചം പുറഞ്ചം ആടിയിട്ട സമയമായെന്നോ അതിന്റെ അർത്ഥം. നമ്മുടെ പ്രയർ ലൈഫ് നോക്കിയാൽ നമ്മുടെ ഫ്യൂച്ചർ നമുക്ക് തന്നെ പ്രവചിക്കാം, നമ്മുടെ ഭാവി നമുക്ക് തന്നെ പ്രവചിക്കാം. ആമേൻ. അതിനൊന്നും നോക്കണ്ട, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് നമ്മൾ ഒന്ന് നോക്കിയാൽ മതി. ഇന്നലകളിൽ നിനക്ക് കഴിയാതിരുന്ന ഇടത്ത് ഈ നാളുകളിൽ രാത്രിയിൽ ആരോ നിന്നെ തട്ടി ഉണർത്തുന്നുണ്ടോ? എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ടോ? നിനക്ക് വല്ലാതെ കരയാൻ തോന്നുന്നുണ്ടോ? നിനക്ക് വല്ലാതെ ആത്മാവിൽ നിറയാൻ തോന്നുന്നുണ്ടോ? നിനക്ക് വല്ലാതെ ഉപവസിക്കാൻ തോന്നുന്നുണ്ടോ? നീ രക്ഷപ്പെടാൻ പോവാന്ന അതിന്റെ അടയാളം. ഇന്ന് രാത്രി നിന്റെ പ്രാർത്ഥനാ ജീവിതം തിരിച്ചു കിട്ടിയ നിന്റെ ജീവിതം നീ തിരിച്ചു പിടിക്കുക. Restore the prayer life. Abala jara jara vaidara jamaria പ്രാർത്ഥന ജാർത്ഥന പ്രാർത്ഥന. ഇന്ന് രാത്രി ഇതാ പരിശുദ്ധാത്മാവ് ചിലരിലേക്ക് അവരുടെ പ്രാർത്ഥനാ ജീവിതത്തെ റിസ്റ്റോർ ചെയ്യുന്നു. ഇതാ നിന്റെ മേൽ ഒരു അഭിഷേകം. രാത്രികളിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ഒരു സെന്റൻസ് നിങ്ങളോട് ഇങ്ങനെ പറയാൻ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു. You shall not strive to pray, but you shall strive in prayer. നീ പ്രാർത്ഥിക്കുവാൻ വേണ്ടി കഷ്ടപ്പെടത്തില്ല, പകരം നീ പ്രാർത്ഥനയിൽ പോരാടി തുടങ്ങോ. You shall not strive to pray, but you shall strive in prayer. നീ പ്രാർത്ഥിക്കാൻ പോരാടത്തില്ല, പകരം നീ പ്രാർത്ഥനയിൽ പോരാടോ. ലാബ ജര ജര. പ്രാർത്ഥിക്കാൻ വന്ന് ഇരുന്നപ്പോഴേ സാത്താൻ പിടിച്ചൊരു ഒറ്റയടി. ദേ ഉറക്കത്തിന്റെ അകത്തേക്ക് മൂക്കും കുത്തിപ്പോയി. പ്രിവെയിലിംഗ് ദ ഡിമോണിക് പവേഴ്സ്. പക്ഷേ നീ പ്രാർത്ഥിക്കാൻ കയറിയപ്പോൾ നിനക്കൊരു ക്ഷീണവും തോന്നുന്നില്ല. നിന്നെ ഏഞ്ചൽസ് ഇങ്ങനെ കമ്പാസ് ചെയ്യുക.
അവിടെ നിന്ന് നീ പതുക്കെ പതുക്കെ പ്രാർത്ഥിച്ചു തുടങ്ങുകയാ. ഓ, നിനക്ക് പ്രാർത്ഥനയ്ക്കകത്ത് വല്ലാത്തൊരു വീര്യം കയറി വരുന്നുണ്ട്. നിനക്ക് പ്രാർത്ഥനയ്ക്കകത്ത് വല്ലാത്തൊരു അഭിഷേകം കയറി വരുന്നുണ്ട്. നിനക്ക് പ്രാർത്ഥനയ്ക്കകത്ത് വല്ലാത്തൊരു ശക്തി കയറി വരുന്നുണ്ട്. ഓ, നീ പ്രാർത്ഥനയ്ക്കകത്ത് ഇന്നലെയൊക്കെ കരഞ്ഞു കരഞ്ഞ് ഉറങ്ങുകയായിരുന്നു. പക്ഷെ ഇപ്പോ നീ പ്രാർത്ഥനയ്ക്കകത്ത് അന്യഭാഷ പറഞ്ഞു പറഞ്ഞ് കയറി വരികയാ. Now you are prevailing over the demonic powers. പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ? പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ? ഇന്ന് ഈ ഇയർ എൻഡിങ്ങിൽ എൻ്റെ സഹോദരങ്ങളെ, പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നീ രക്ഷപ്പെടാൻ പോകുന്ന അതിൻ്റെ അർത്ഥം. ആമേൻ. ഇത് നമ്മുടെ പേഴ്സണൽ പ്രയറിൽ ആരംഭിക്കും. 2, ഇത് നമ്മുടെ ചർച്ച് പ്രയറിൽ ആരംഭിക്കും. ഞാൻ ഒരു കാര്യം എൻ്റെ ദൈവമക്കളോട് പറയാം. ഉപവസിക്കണമെന്ന് തീരുമാനിക്കുമ്പോഴേ പനി പിടിക്കും. ഉടനെ ഹോസ്പിറ്റലിൽ പോയി അവിടെ കിടന്ന് അഡ്മിറ്റായി നിന്റെ ഉപവാസം കളഞ്ഞാൽ ഹി പ്രിവെയിൽഡ്. ഒത്തിരി ആഗ്രഹിച്ചതാ ഈ മാസത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോകണമെന്ന്. നീ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പം ഒരിക്കലും വരാത്ത വിരുന്നുകാർ, എൻ്റെ ഭാഷ പറഞ്ഞ പണ്ടാരം അടങ്ങാൻ വേണ്ടി എഴുന്നള്ളിക്കൊണ്ടുവരും. ക്ലോസ് ദ ഡോർ, ഓപ്പൺ ദ ഡോർ ടു ഹെവൻ. ജീസസ്. ആമേൻ. നീ ഇന്ന് പ്രാർത്ഥനയ്ക്ക് പോകുമെന്നറിഞ്ഞ് പിശാചാകെ ഭയപ്പെട്ടു. പിശാചി ചുറ്റുവട്ടത്തൊക്കെ നോക്കിയിട്ട് നിന്റെ അമ്മാച്ചൻ്റെ, അനന്തരവൻ്റെ, കൊച്ചപ്പൻ്റെ, ഉപ്പാപ്പൻ്റെ, ആരാണ്ടറ കുടുംബത്തിൽപ്പെട്ട ഒരുത്തൻ്റെ അടുക്ക ചെന്ന് പറഞ്ഞു, ദേ നീ ഇവിടെ വെറുതെ ഇരിക്കാതെ നീ നേരെ ദേ അവൻ്റെ വീട്ടിലോട്ട് പോ. നീ ഇന്ന് അവൻ്റെ വീട്ടിലോട്ട് പോയാലേ എനിക്ക് അവൻ്റെ പ്രാർത്ഥനാ പോക്ക് തടയാൻ പറ്റത്തുള്ളൂ. ഓ, ഏദനിലേക്ക് സർപ്പം വന്നതുപോലെ നിന്റെ വീട്ടിലേക്ക് അവരും കയറി വന്നു. നീ ഉപവാസമൊക്കെ കളഞ്ഞ്, ആമേൻ, നീ ബൈബിൾ എടുക്കേണ്ട നീ കറിക്കത്തി എടുത്തു. പ്രാർത്ഥന അപ്പായിലിരിക്കേണ്ട തലേ തുണിയിടേണ്ട നീ ഏപ്രണിട്ടു. ദൈവത്തിൻ്റെ സന്നിധിയിൽ സങ്കടം പകരേണ്ട നീ കുടുംബക്കാർക്ക് വെച്ചു വിളമ്പി. ജീസസ്. You must know this is satanic deceptions. ഞാനിതൊക്കെ പറയുമ്പോൾ സാധാരണക്കാർക്ക് തോന്നും, ഇങ്ങനെ എന്തുവാ ഈ പറയുന്നേ, വീട്ടിൽ വിരുന്നുകാർ വരുന്നതും പിശാചാണെന്നോ? പറഞ്ഞു 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 മുഴുവൻ വട്ടായതാണ്. ഞാൻ രാവിലെ പറഞ്ഞില്ലേ, the right person should come at the right time. wrong ടൈമിൽ വരുന്ന ഒരുത്തനും ദൈവമായി ചുട്ടു വരുന്നതല്ല. ജീസസ്. നിങ്ങൾക്കറിയാമോ, ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഫോൺ കോൾ വരുന്നത് എപ്പോഴാണെന്നറിയാമോ? മീറ്റിങ്ങിന് പോകേണ്ടതുണ്ടെങ്കിൽ അന്ന് രാവിലെ 1500 കോൾ വരും. മെസ്സേജ് പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ ഒരുങ്ങുകയാണെങ്കിൽ, നമ്മൾ പ്രാർത്ഥിക്കാൻ കയറുകയാണെങ്കിൽ, അമേൻ, 1500 കോൾ വരും. അമേൻ. പക്ഷേ ഈ വരുന്ന കോളുകളെല്ലാം ഇനി പിശാചാണെന്ന് ഞാൻ പറയാൻ പറ്റുമോ? നോ. എൻ്റെ ഫോണെ അങ്ങ് സൈലൻ്റ് ആക്കിയാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. അമേൻ. അത് നിങ്ങൾക്ക് പറ്റത്തില്ല. പറയട്ടെ, റൈറ്റ് ടൈമിൽ വരുന്നവർ റൈറ്റ് പേഴ്സൺ ആണ്, റോങ് ടൈമിൽ വരുന്നവർ റോങ് പേഴ്സൺ ആണ്. ജീസസ്. ആമേൻ. നിങ്ങളൊരു ഇസ്ലാമിക രാജ്യത്താണ് ജീവിക്കുന്നത്. ദുആയുടെ വാ തുറന്ന് പറയാൻ കഴിയുന്നില്ല. ഞങ്ങൾ ഫാസ്റ്റിങ്ങിലാണ്, ഞങ്ങൾ പ്രയറിലാണ്. നിങ്ങളൊരു 7 നോയമ്പിനോ 40 നോയമ്പിനോ നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരു യാക്കോബക്കാരനെ കല്യാണത്തിന് വിളിച്ചു നോക്ക്. നിങ്ങൾ എത്ര വലിയ മട്ടനോ ചിക്കനോ ബീഫോ വിളമ്പിയാലും തൊടത്തില്ല. നിങ്ങൾ പിണങ്ങുമെന്ന് അവർ ചിന്തിക്കുവോ? നോ നോ. ഈ കുഴപ്പമൊന്നും ഇല്ലാത്തത് ആർക്ക് മാത്രമേ ഉള്ളതെന്നറിയാം? ദൈവം എല്ലാം അറിയുന്നു. നമ്മുടെ ദൈവമല്ലേ. ഉലകത്തിൽ ഏറ്റവും കൂടുതൽ ദൈവഭയം ഇല്ലാത്തത് ആർക്കാണെന്നറിയാമോ? പെന്തക്കോസ്തുകാർക്ക്. ഏറ്റവും കൂടുതൽ ദൈവഭയം ഇല്ലാത്തത് പെന്തക്കോസ്തുകാർക്ക്. കാരണം എല്ലാ ദിവസമായിട്ട് നമ്മൾ പറയും, കർത്താവേ ഇന്ന് പകൽക്കാലം വന്നോ എല്ലാ കുറവുകളും കുറ്റങ്ങളും ക്ഷമിക്കണേ.
എല്ലാ കുറവുകളും കുറ്റങ്ങളും ഒറ്റ ചാക്കിനകത്ത പരിപാടി. എല്ലാ കുറവുകളും കുറ്റം. ദൈവത്തിൻ്റെ കരം നമുക്ക് അനുകൂലമായാൽ വീണ ഇടത്തുനിന്ന് ദൈവം നമ്മളെ എഴുന്നേൽപ്പിക്കും. ഈ രാത്രി ഒരു നിമിഷം കണ്ണുകളെ അടച്ചാട്ടെ. എനിക്ക് എഴുന്നേൽക്കണം, എനിക്ക് എഴുന്നേൽക്കണം, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എഴുന്നേൽക്കണം, എൻ്റെ കുടുംബത്തിന് എഴുന്നേൽക്കണം, ഫിനാൻഷ്യലി എനിക്കൊന്ന് എഴുന്നേൽക്കണം, സ്പിരിച്വലി എനിക്കൊന്ന് എഴുന്നേൽക്കണം, എൻ്റെ തലമുറകളായി കിടക്കുന്ന കിടപ്പിൽ നിന്ന് എനിക്കൊന്ന് എഴുന്നേൽക്കണം. ഇന്ന് രാത്രി ആ തരം തുറന്നൊന്ന് പ്രാർത്ഥിച്ച് എനിക്കൊന്ന് എഴുന്നേൽക്കണോ, എനിക്കൊന്ന് എഴുന്നേൽക്കണോ. കർത്താവേ, ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. എവിടെയൊക്കെ ഞങ്ങളുടെ കാലുകൾ ഇടറിയോ, എവിടെയൊക്കെ ഞങ്ങളുടെ മനസ്സ് പതറിയോ, എവിടെയൊക്കെ ഞങ്ങളുടെ മുഴങ്കാലുകളുടെ ബലം നഷ്ടപ്പെട്ടു, ഈ രാത്രി ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് കൈനീട്ടണമേ. ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ കൈനീട്ടണമേ. ഞങ്ങളെ ഒന്ന് തൊടണമേ. ഞങ്ങൾ ആശ്രയിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ. If the hand of God is for us, we can stand. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റും. ജീസസ്, ഇന്നലകളിലെ വീഴ്ചകളെ ഓർത്ത് നിങ്ങൾ ഭാരപ്പെടരുത്, അധൈര്യപ്പെടരുത്, മനസ്സ് കലങ്ങരുത്. അവൻ്റെ കരം നിങ്ങളെ എഴുന്നേൽപ്പിക്കും. അവൻ്റെ കരം നിങ്ങളെ എഴുന്നേൽപ്പിക്കും. ഇന്ന് പകൽ, ഇന്ന് രാത്രി അതരം തുറന്ന് പറഞ്ഞേ, ദൈവത്തിൻ്റെ കൈ എന്നെ എഴുന്നേൽപ്പിക്കും. ദൈവത്തിൻ്റെ കൈ എന്നെ എഴുന്നേൽപ്പിക്കും. അത് ഏത് വിധത്തിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണോ, ആത്മീകമായോ ഭൗമികമായോ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിലോ, എവിടെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ടത്, നിങ്ങൾ ആ തരം തുറന്ന് പറ, ദൈവത്തിൻ്റെ കൈ എന്നെ എഴുന്നേൽപ്പിക്കും. ദൈവത്തിൻ്റെ കൈ എന്നെ എഴുന്നേൽപ്പിക്കും. ദൈവത്തിൻ്റെ കൈ എന്നെ എഴുന്നേൽപ്പിക്കും. ഹിദ്ദേക്കൽ നദീതീരത്ത് ദാനിയേലിനെ തൊട്ട കൈ, കേദാർ നദീതീരത്ത് യെഹസ്കേലിനെ തൊട്ട കൈ, പത്മോസിൽ യോഹന്നാനെ തൊട്ട കൈ ഈ രാത്രി എനിക്ക് വേണ്ടി ചലിക്കുന്നുണ്ട്. എന്നെ എഴുന്നേൽപ്പിക്കും. കരമുയർത്തി ശക്തിയോടെ സ്തോത്രം പറഞ്ഞാട്ടെ. ഞാൻ ഒരിക്കൽ കൂടെ എല്ലാ ദിവസവും ഓർപ്പിക്കുകയാണ്. ആമേൻ. ഇത് പ്രാർത്ഥനയുടെ വിഷയമാണ്. നിങ്ങൾ വീട്ടിൽ ചെന്നും ഈ വിഷയത്തെ എന്തു ചെയ്യണം? പ്രാർത്ഥിക്കണം. ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. കർത്താവേ, ഞാൻ ആഗ്രഹിക്കുന്നു, എനിക്ക് ഒന്ന് എഴുന്നേൽക്കണം. അതിന് തക്കവണ്ണം എന്നെ ഒന്ന്, നിൻ്റെ കൈ എനിക്ക് അനുകൂലമായിരിക്കണം. ആമേൻ. ഇന്നലെ വരെ നമ്മൾ ഒരുങ്ങുക എന്ന വിഷയത്തെയാണ് കണ്ടിന്യൂസായി സീരീസായി ധ്യാനിച്ചു കൊണ്ടിരുന്നത്. ഇന്ന് പകൽ തുടങ്ങി ഒരടുത്ത വിഷയത്തിലേക്ക് കയറുകയാണ്. ഗാർമെൻറ്റ്സ്, വസ്ത്രങ്ങൾ എന്ന വിഷയത്തിലേക്ക് കയറുകയാണ്. ഇന്ന് രാവിലെ ഞാനതിൽ ചില ഭാഗങ്ങൾ പറഞ്ഞിരുന്നു. ആദ്യത്തെ ഒരു 2-3 പോർഷൻ കഴിഞ്ഞിട്ട് നമുക്കതിൻ്റെ പ്രധാന ഭാഗത്തിലേക്ക് കയറുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായി നമ്മൾ വിവേചിക്കേണ്ട വസ്ത്രങ്ങൾ. 2, നാം തന്നെ ധരിക്കുന്ന വസ്ത്രങ്ങൾ. 3, മറ്റുള്ളവർ നമ്മളിൽ നിന്ന് അഴിച്ചു മാറ്റുന്ന വസ്ത്രങ്ങൾ. 4, മറ്റുള്ളവർ നമ്മളുടെ മേൽ ധരിപ്പിക്കുന്ന വസ്ത്രങ്ങൾ. 5, ദൈവം നമ്മെ ധരിപ്പിക്കുന്ന വസ്ത്രം. ഇങ്ങനെ 5 ഭാഗങ്ങളിൽ കൂടെയാണ് ഇത് സഞ്ചരിക്കുന്നത്. ഇതിൻ്റെ പ്രധാന ഭാഗത്തിലേക്ക്, അല്ലെങ്കിൽ സ്പിരിറ്റുമായി മെർജ് ചെയ്ത് ഈ ഭാഗങ്ങൾ കടന്നു വരുന്നത് അതിൻ്റെ അവസാന ഭാഗത്തിലാണ്. പ്രാരംഭത്തിലെ ചില ഭാഗങ്ങൾ ഒരു സ്റ്റഡി മോഡിൽ പോകും. അതുകൊണ്ട് അതങ്ങനെ അങ്ങായി പോകുമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിലേക്ക് കടന്നു വന്നാട്ടെ. ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം. അന്യദേവന്മാരെ നീക്കിക്കളയുക, ഒന്നാമത്തേത്. നിങ്ങളെ ശുദ്ധീകരിക്കുക, രണ്ടാമത്തേത് വസ്ത്രം മാറുക. നിങ്ങൾ വസ്ത്രം മാറണം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഓർപ്പിച്ചിരുന്നു. ഉൽപ്പത്തി 32:28 ദൈവം യാക്കോബിനോട് പറഞ്ഞു, യാക്കോബ്, നിന്റെ പേര് ഞാൻ മാറ്റാം.
പക്ഷേ അത് മാറിയില്ല. അത് മാറുവാൻ 35-10 വരെ എത്തണമായിരുന്നു. ആ പേര് ദൈവം ഒറ്റ സെക്കൻഡിൽ മാറ്റുന്നതിന് തൊട്ടു മുൻപേ ദൈവം യാക്കോബിൻ്റെ അടുക്കൽ പറയുകയാണ്, നീ ബഥേലിലേക്ക് പോ, നീ അവിടെ യാഗപീഠം പണി. ആ യാഗപീഠം പണിയുവാൻ ബഥേലിലേക്ക് യാത്രയാകുന്നതിന് മുമ്പേ യാക്കോബ് ചെയ്യുന്ന കാര്യമാണ് നാം ഇവിടെ കണ്ടത്. അതിലെ പ്രധാന ഭാഗത്തിലേക്ക് വരികയാണ്. അതൊക്കെ ഞാൻ രാവിലെ വിശദീകരിച്ചതാണ്. വസ്ത്രം മാറുവിൻ, ചേഞ്ച് ദ ഗാർമെൻറ്റ്സ്. വസ്ത്രം മാറാം. എൻ്റെ സഹോദരങ്ങളെ, വസ്ത്രം മാറുക എന്നുള്ള വിഷയത്തിലേക്ക് നമ്മൾ കയറുന്നതിന് മുമ്പേ ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ ഇന്ന് രാവിലെ ചില വസ്ത്രങ്ങളെ കണ്ടു. ലൂക്കോസിൻ്റെ സുവിശേഷം 16-19, ശരവേഗത്തിൽ ഞാനത് പറഞ്ഞ് അടുത്ത പോയിന്റിലേക്ക് കയറുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 19-ാം വാക്യം. ധനവാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ചു, പർപ്പിൾ ആൻഡ് ഫൈൻ ലിനൻ. ഞാൻ ഇന്ന് രാവിലെ ഓർപ്പിച്ചിരുന്നു, പർപ്പിൾ ബ്ലൂവും റെഡും കൂടെ കലർന്നതായിട്ടുള്ള സൂര്യവെളിച്ചത്തിൽ കളർ മാറി മാറി തിങ്ങുന്ന ഒരു വസ്ത്രം. ആ വസ്ത്രം പുറത്തിടുന്നതാണ് മനുഷ്യൻ്റെ മുമ്പിൽ വിളങ്ങേണ്ടതിന്. ഫൈൻ ലിനൻ അകത്തിടുന്നതാണ് തൻ്റെ സ്വന്തം സുഖത്തിന് വേണ്ടി. തൻ്റെ സ്വന്തം സുഖത്തിന് വേണ്ടിയും മനുഷ്യരുടെ മുമ്പാകെ തന്നെ തന്നെ പ്രസൻറ്റ് ചെയ്യുവാനും തക്കവണ്ണം താൻ വസ്ത്രം ധരിച്ചിരുന്നു. പക്ഷേ ഒരു ദിവസം വന്നു. ആ ദിവസം വന്നപ്പോൾ അവൻ്റെ വാതിൽക്കൽ വേറൊരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ ഈ പറയത്തക്ക വസ്ത്രങ്ങളൊന്നുമില്ലായിരുന്നു. പകരം പക്ഷേ അന്ന് അവരുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ അവർ ജീവിച്ചിരുന്ന അവസ്ഥയിൽ നിന്നൊരു ഷിഫ്റ്റ് വരികയാണ്. ആ ഷിഫ്റ്റ് വരുന്ന ദിവസത്തിൽ ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ചവനെ, ഫൈൻ ലിനനും പർപ്പിളും ധരിച്ചവനെ അവൻ ഇരുന്ന ഇടത്തു തന്നെ അടക്കിയപ്പോൾ, മനുഷ്യരവനെ അടക്കിയപ്പോൾ, മനുഷ്യരവനെ ഒതുക്കിയപ്പോൾ, മനുഷ്യരവനെ സപ്രസ് ചെയ്തപ്പോൾ, ആ വസ്ത്രമല്ലാതെ കൃപയുടെ വസ്ത്രം ധരിച്ച ഒരു പാവപ്പെട്ടവൻ അപ്പുറത്ത് കിടപ്പുണ്ടായിരുന്നു. അവനെ ദൂതന്മാർ ഷിഫ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. അവനെ ദൂതന്മാർ ഷിഫ്റ്റ് ചെയ്തു. ഇന്ന് രാത്രി ഞാൻ ആവർത്തിച്ച് പറയട്ടെ, നിങ്ങളോടൊപ്പമുള്ള കാൻഡിഡേറ്റ്, നിങ്ങളുടെ ഒപ്പണന്റ്, അവൻ ആഡംബരവും സുഖത്തിൻ്റെയും വസ്ത്രം ധരിച്ച് നിന്റെ മുമ്പാകെ നിൽക്കുമ്പോൾ, ഞാനെങ്ങനെ അവനോടൊപ്പം കയറി പറ്റുന്നത്, ഞാനെങ്ങനെ മുമ്പോട്ട് പോകുന്നതെന്ന് നീ വ്യാകുലപ്പെടുമ്പോൾ, ഈ രാത്രി നീ യാഥാർത്ഥ്യം തിരിച്ചറിയണം. നിന്റെ ഉടുപ്പല്ല നിന്നെ മുന്നേറ്റത്തിലേക്ക് കൊണ്ടുപോകുന്നത്, നിന്നെ കൈപിടിച്ചപ്പുറം കൊണ്ടുപോകുന്ന ഒരു ദൂതൻ നിനക്കുണ്ട്. ഹോളി സ്പിരിറ്റ്. അപ്പോസ്തല പ്രവൃത്തി 25-26 അധ്യായങ്ങളിൽ നിന്ന് ഇന്ന് രാവിലെ നമ്മൾ കണ്ട ഒരു ഭാഗമുണ്ട്. എന്തായിരുന്നു അതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കുമല്ലോ. സ്തോത്ര. അഗ്രിപ്പ രാജാവും ബെർണിക്കയും ഒരിടത്ത് നിൽക്കുന്നു. അഗ്രിപ്പ രാജാവും ബെർണിക്കയും ഒരിടത്ത് ഇരിക്കുന്നു. അതിൻ്റെ പുറകിൽ സ്തോത്രം സഹസ്രാധിപന്മാർ ഇരിക്കുന്നു. അതിൻ്റെ പുറകിൽ വലിയ ഗവർണേഴ്സ് ഇങ്ങനെ നിരന്നിരിക്കുന്നു. അത്യാഡംബരമുള്ള ഒരു സദസ്സ്, പൊൻകിരീടം വെച്ച്, അംശവടി വെച്ച്, മനോഹരമായിരിക്കുന്ന കുപ്പായങ്ങളും അതിൻ്റെ മേലങ്കിയും ധരിച്ച് മനോഹരമായ അത്യാഡംബരത്തോടുകൂടെ ഇരിക്കുന്ന അഗ്രിപ്പാവും ബെർണിക്കയ. എന്നാൽ അതിൻ്റെ എതിർപക്ഷത്ത് നിൽക്കുന്ന വിചാരണ മണ്ഡപത്തിന്റെ എതിർഭാഗത്ത് നിൽക്കുന്ന മനുഷ്യൻ കട്ടിപ്പിരികം പിടിച്ച്, തലയൊക്കെ കഷണ്ടിയായി, മുടിയൊക്കെ പാറിപ്പറന്ന് നാളുകളായി മുടിവെട്ടാതെ കാരാഗ്രഹത്തിനകത്ത് നിന്ന് മുഷിഞ്ഞ കാരാഗ്രഹ വസ്ത്രവും ധരിച്ചു വന്ന് നിൽക്കുന്ന ഒരു കാഴ്ചയ്ക്ക് കുറവുള്ള ഒരു കുറിയ മനുഷ്യൻ. സംസാരിച്ചത് ആദ്യം അഗ്രിപ്പായാണ്, രണ്ടാമത് സംസാരിപ്പാൻ അവസരം കിട്ടിയത് ആ കുറിയ മനുഷ്യനാണ്. പക്ഷെ കുറെ കഴിഞ്ഞപ്പോൾ വിചാരണ മണ്ഡപത്തിൽ അഗ്രിപ്പ രാജാവ് ആ കുറിയ മനുഷ്യനെ നോക്കിയിട്ട് പറഞ്ഞു, പൗലോസേ, നിന്റെ പ്രസംഗം എന്നെ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. നിന്റെ വാക്കുകളുടെ മുമ്പിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. കണ്ടോ, പൗലോസിന്റെ അകത്തു കിടന്ന അഭിഷേകം അഗ്രിപ്പാവിന്റെ രാജവസ്ത്രത്തെ പിടിച്ച് താഴെ ഇറക്കുന്നതായിരുന്നെങ്കിൽ ഇന്ന് രാത്രി ലോകത്തിന്റെ സുഖങ്ങളെയോ ലോകത്തിന്റെ പവറിനെയോ നീ പേടിക്കരുത്. അവൻ ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ചു നിൽക്കുമ്പോൾ നീ അഭിഷേകം ധരിച്ചു നിൽക്കുകയാണ്.
അവൻ ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ചു നിൽക്കുമ്പോൾ നീ അഭിഷേകം ധരിച്ചു നിൽക്കുകയാണ്. ആമേൻ. ധൂമ്രവസ്ത്രവും കൊണ്ട് ആമേൻ അവന് മനുഷ്യരെ പറ്റിക്കാം, പക്ഷെ ദൂതന്മാരെ പറ്റിക്കാൻ പറ്റത്തില്ല. ധൂമ്രവസ്ത്രം കണ്ട് മനുഷ്യരെല്ലാം ധനവാന്റെ അടുക്കൽ പോകുമ്പോൾ ദൂതന്മാര് മാത്രം പോയില്ല. ദൂതൻ എങ്ങോട്ട് പോയെന്നറിയാമോ? ദൂതൻ ലാസറിന്റെ അടുക്കലേക്ക് പോയി. ഇന്ന് രാത്രി ഞാൻ ദൈവജനത്തോട് പറയട്ടെ, ഒരു അഭിഷക്തൻ ഒരിക്കലും ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഇല്ല. കാരണം അവൻ മുഖം നോക്കാതെ, നിറം നോക്കാതെ, ഉടുപ്പ് നോക്കാതെ, ഭാവങ്ങൾ നോക്കാതെ അവനെ കരം പിടിച്ച് വ്രണം നിറഞ്ഞ ലാസറിനെ പിടിച്ചു കയറ്റാൻ ദൂതനുണ്ടെങ്കിൽ എനിക്കൊരു ദൂതനുണ്ട്. നിന്റെ കൂടെ പേപ്പർ സബ്മിറ്റ് ചെയ്തവരൊക്കെ നിന്നൊക്കെ വലിയ യൂണിവേഴ്സിറ്റി പഠിച്ചവരായിരിക്കും, നിന്നൊക്കെ വലിയ കപ്പാസിറ്റി ഉള്ളവരായിരിക്കും. ഓ, നിന്നൊക്കെ ഭയങ്കര സൗന്ദര്യമുള്ളവരായിരിക്കും. അവരുടെ സ്ലാങ് വേറെ ആയിരിക്കാം. ഓ, ഞാൻ ഇന്ന് രാവിലെ ഓർപ്പിച്ചില്ലേ, അവരിട്ടിരിക്കുന്ന ഒരു ബെൽറ്റിന്റെ വില പോലും കാണത്തില്ല. നീ ഇട്ടത് എല്ലാം കൂടെ വാരി തൂക്കിയെടുത്താലും. പക്ഷെ നീ അധൈര്യപ്പെടരുത്. നിന്റെ കൂടെ ദൂതനുണ്ട്, നിന്റെ കൂടെ ദൂതനുണ്ട്, നിന്റെ കൂടെ ദൂതനുണ്ട്. ജീസസ്. സെലക്ഷൻ നടക്കുന്നത് ഗാർമെന്റിന്റെ വിലക്കകത്തല്ല, സെലക്ഷൻ നടക്കുന്നത് അഭിഷേകത്തിനകത്താ. ആമേൻ. മൂവ് ഓൺ ഇൻ ഫെയ്ത്ത്. വിശ്വാസത്തിൽ നീ മൂവ് ചെയ്യ, വിശ്വാസത്തിൽ നീ മൂവ് ചെയ്യ. എൻ്റെ സി വിക്കകത്തിരിക്കുന്നതെല്ലാം മരപ്പൊട്ടൻ എന്നായിരിക്കാം. എൻ്റെ സി വി വായിക്കുന്നവരെന്നെ നോക്കിയിട്ട് ഓ ഇവനെ കൊണ്ട് ഒരു പ്രയോജനമില്ലെന്ന് പറഞ്ഞേക്കോ. ആമേൻ. അപ്പുറത്ത് ഭയങ്കര അത്യാഡംബരത്തോടുകൂടെ അഗ്രിപ്പാവിനെ ബർണിക്കയെ പോലെ ഒക്കെ വന്നിരിക്കുന്ന സി വികൾ കാണോ. പക്ഷെ സി വി ചലിപ്പിക്കുന്നത് അഗ്രിപ്പാവിൻ്റെയും ബർണിക്കയുടെയും ഐഡിയോളജി അല്ല. പകരോ പൗലോസിന്റെ അകത്തു കിടക്കുന്ന അഭിഷേകമോ അവന് വേണ്ടി ചലിക്കുന്ന ദൂതനുമാണെങ്കിൽ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ചലിക്കുന്ന ദൂതനെ നീ വിശ്വസിക്ക. നിനക്ക് വേണ്ടി ചലിപ്പിക്കുന്ന ദൂതമണ്ഡലത്തെ നീ വിശ്വസിക്ക. Jesus. There is an appointed angel for me. എനിക്ക് വേണ്ടി ഒരു ദൂതനുണ്ട്, എനിക്ക് വേണ്ടി ഒരു ദൂതനുണ്ട്. അതരം തുറന്നെന്ന് പറഞ്ഞ് എനിക്ക് വേണ്ടി ഒരു ദൂതനുണ്ട്, 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 എനിക്ക് വേണ്ടി ഒരു ദൂതനുണ്ട്. അവൻ എൻ്റെ ഉടുപ്പും അവൻ എൻ്റെ കളറും കണ്ടിട്ടല്ല ഇറങ്ങി വന്നിരിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്ന എൻ്റെ അപ്പൻ്റെ കൽപ്പന അനുസരിച്ചാ ഇറങ്ങി വന്നിരിക്കുന്നത്. Jesus. All batala batala batalia. രണ്ടാമത്തെ ഭാഗത്തിലേക്ക് നമുക്ക് കയറാം. യോശുവയുടെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗം മാത്രം ഒന്ന് വായിക്കുമ്പോൾ, യോശുവ 9:4 ആദ്യ ഭാഗം മാത്രം ഒന്ന് വായിക്കുമ്പോൾ അവർ ഒരു ഉപായം പ്രയോഗിച്ചു. ഇനി 5-ാം വാക്യം വായിച്ചാട്ടെ. അവർ ഒരു ഉപായം പ്രയോഗിച്ചു. കണ്ടം വെച്ച ചെരുപ്പും കണ്ടം വെച്ച ചെരുപ്പും പഴയ വസ്ത്രവും. ഒരു ഉപായമാണ്. എന്ത്? കണ്ടം വെച്ച ചെരുപ്പും പഴയ വസ്ത്രവും. അതുമായിട്ടവർ കടന്നു വന്നു. പറ്റിച്ചു. ആരെയാണെന്നറിയാമോ? യോശുവയെ പറ്റിച്ചു. ഇസ്രായേലിൻ്റെ മൂപ്പന്മാരെ പറ്റിച്ചു. അവർ ദൈവത്തോട് ആലോചന ചോദിക്കാതെ അവരുടെ കയ്യിൽ നിന്ന് പൂത്ത അപ്പം മേടിച്ച് കഴിച്ചു. അവരുമായിട്ടൊരു ഉടമ്പടി ചെയ്തു. ഞങ്ങൾ നിങ്ങളെ ഒന്നും ചെയ്യത്തില്ല. 15-ാം വാക്യത്തിലുണ്ട് ഉടമ്പടി ചെയ്തെന്ന്. സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് രാത്രി ഞാൻ ദൈവജനത്തോട് പറയുകയാണ്, മനുഷ്യർ വേഷപ്രച്ഛന്നരായി നിങ്ങളെ കബളിപ്പിക്കരുത്. Discern the garments of the world. Discern the garments of the world. ഭക്തിയുടെ വേഷം ധരിച്ചവർ കടന്നു വന്നാലും, അഭക്തിയുടെ മൂടുപടമിട്ട് കടന്നു വന്നാലും, സ്നേഹത്തിന്റെ വസ്ത്രം ധരിച്ചു വന്നാലും, ഏത് വിധത്തിൽ വന്നാലും, യഹൂദ പറ്റിക്കപ്പെട്ടു. എങ്ങനെയാ യഹൂദ പറ്റിക്കപ്പെട്ടത്?
ആമേൻ. ഞാൻ ആ ഭാഗത്തെ വിശദീകരിക്കുന്നില്ല. ദൈവമക്കൾക്ക്, മുതിർന്നവർക്കറിയാം, യഹൂദ പറ്റിക്കപ്പെട്ടു താമാറിന്റെ വേഷപ്രച്ഛന്നതയിൽ. സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, ബൈബിളിൽ ആവർത്തിച്ച് പറയുന്ന ഒരു വേർഡാണ് ഹിപ്പോക്രസി. ഹിപ്പോക്രസി എന്ന് പറയുന്ന വേർഡ്, നമുക്ക് ഹിപ്പോക്രൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ പാപി എന്നാണ് നമ്മുടെ മനസ്സിലെ ചിന്ത. പക്ഷേ ഹിപ്പോക്രൈറ്റ് എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിലെ ഗ്രീക്ക് നാടകശാലയിലെ നാടക നടന്മാരെ, അല്ലെങ്കിൽ സർക്കസിലൊക്കെ ജോക്കറിനെ പോലെ വേഷം കെട്ടത്തില്ലേ, അവരെ പറയുന്ന പേരായിരുന്നു എന്ത്? ഹിപ്പോക്രൈറ്റ്. നമ്മൾ മാളുകളിലൊക്കെ ചെല്ലുമ്പോൾ ഇങ്ങനെ വേഷം കെട്ടി ഇങ്ങനെ ആടത്തില്ലേ ചിലര്? ആമേൻ. സ്പൈഡർമാൻ്റെ, സൂപ്പർമാൻ്റെ, അല്ലെങ്കിൽ പെപ്പ പിഗിൻ്റെ, മിക്കി മൗസിൻ്റെ ഒക്കെ ഇങ്ങനെ ഡ്രസ് ഇട്ട് ഇങ്ങനെ നിന്ന് കുഞ്ഞുങ്ങളെ വിളിക്കത്തില്ലേ? അവരുടെ പേരാണ് എന്ത്? ഓ സ്തോത്രം, ഹിപ്പോക്രൈറ്റ് എന്ന് പറയുന്നത്. സ്തോത്ര. ആകയാൽ ഇന്ന് രാത്രി ഞാൻ ദൈവജനത്തോട് പറയട്ടെ, വേഷങ്ങളിൽ ആരും നിങ്ങളെ പറ്റിക്കരുത്. ആമേൻ. പുറത്തെ വേഷത്തെയല്ല, അകത്ത് കിടക്കുന്ന അസ്തിത്വത്തെ തിരിച്ചറിയണം. പുറത്തെ വേഷത്തെയല്ല, അകത്ത് കിടക്കുന്ന അസ്തിത്വത്തെ തിരിച്ചറിയുവാൻ കഴിയണം. സ്തോത്രം. ഉപായ വസ്ത്രം ധരിച്ച് ആരും നിങ്ങളെ പറ്റിക്കരുത്. ഞാനതിനെ രാവിലെ വളരെ വിശദമായി പറഞ്ഞതാ, ഇനി ഞാൻ അതിലേക്ക് കയറുന്നില്ല. സ്തോത്രം. മൂന്നാമത്തെ ഭാഗം 73-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, ഡംഭം അവർക്ക് മാലയായിരിക്കുന്നു, ബലാത്കാരം അവർ വസ്ത്രം പോലെ ഉടുത്തിരിക്കുന്നു. ഞാനത് രാവിലെ വിശദീകരിച്ചതാണ്, ഞാൻ തൊട്ട് പറഞ്ഞു പോവുകയാണ്. ബലാത്കാരത്തിന്റെ വസ്ത്രം ധരിച്ചൊരുത്തൻ കയറി വന്നാൽ തിരികെ നമ്മൾ ഒരു വാക്കുപോലും എന്ത് ചെയ്യത്തില്ല, മിണ്ടത്തില്ല. ആമേൻ. നമ്മൾ ഓൺ ദ അപ്പിയറൻസ് ഇറ്റ് സെൽഫ് അവൻ നമ്മുടെ മനസ്സിന്റെ ധൈര്യത്തെ എന്ത് ചെയ്യുക, കെടുത്തിക്കളയുക. ആമേൻ. ബലാത്കാരത്തിന്റെ വസ്ത്രം കണ്ടാൽ തന്നെ ആമേൻ അവന്റെ മനസ്സ് അധൈര്യപ്പെട്ടു പോകുക. ഏലാ താഴ്വരയിൽ 40 ദിനരാത്രങ്ങൾ സ്തോത്ര ഇസ്രായേലിന്റെ സൈന്യത്തെ മുഴുവനോ പിടിച്ച് ഒതുക്കി നിർത്തിയത് എങ്ങനെയായിരുന്നു എന്നറിയാമോ? ഗോലിയാത്ത് തന്റെ വായ് കൊണ്ടോ തന്റെ ശിരസ്ത്രവും പടച്ചട്ടയും പരിചയോ ശരീരം മുഴുവനും താമ്രം കൊണ്ട് പൊതിഞ്ഞ് ശരീരം മുഴുവനോ അവൻ താമ്രം കൊണ്ട് പൊതിഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. രാവിലെ ഇവൻ എഴുന്നേറ്റ് വരും പർവ്വതത്തിന്റെ മുകളിൽ. അതിനകത്തൊരു തന്ത്രമുണ്ട്. എന്താണെന്നറിയാമോ? ഈ സൂര്യൻ ഇങ്ങനെ അടിക്കുമ്പോ ഈ സൂര്യന്റെ വെളിച്ചം മുഴുവൻ ഇവന്റെ താമ്രത്തിലടിക്കുക. അപ്പൊ മനുഷ്യൻ ഇവനെ നോക്കാൻ പോലും പറ്റാതെ ഇവൻ ഇങ്ങനെ നിന്ന് പളവള തിളങ്ങോ. ആമേ. 40 ദിവസം എല്ലാവരും ഇവന്റെ താമ്ര കവറ് കണ്ട്, ഇവന്റെ താമ്രത്തിന്റെ കവറിങ് കണ്ട് ഇസ്രായേലിന്റെ രാജാവും ജനലക്ഷങ്ങളോ പകച്ചു നിന്നപ്പോ 40-ാമത്തെ ദിവസം ഒരുത്തൻ കയറി വന്നോ. അവൻ കണ്ടത് ഗോലിയാത്തിന്റെ താമ്രമല്ല, പകരം ആ താമ്രത്തിന്റെ ഇടയിൽ അവന്റെ നെറുകയിലെ ഫ്ലഷ്, അവന്റെ നെറുകയിൽ താമ്രമില്ലാത്ത ഒരു ഇത്രേ സ്ഥലം ഗോലിയാത്ത് ദാവീദ് കണ്ടോ. ഇന്ന് രാത്രി നീ അവന്റെ താമ്രമല്ല കാണേണ്ടത്, അതിന്റെ ഇടയിൽ അവന്റെ യാഥാർത്ഥ്യം കാണുന്നു. നിന്റെ ദർശനം ക്ലിയർ ആയാൽ ശത്രുവിന് നിന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. നിന്റെ ദർശനം ക്ലിയർ ആയാൽ ഓ ഗോലിയാത്തിന്റെ ഹെൽമെറ്റിന്റെ മുകളിൽ ഭയങ്കര പടങ്ങൾ കാണോ, ഭയങ്കര രത്നങ്ങൾ കാണോ, ഭയങ്കരമായിട്ടുള്ളതൊക്കെ അവന്റെ തലയിൽ കാണോ. ആമേ. അവനറിയാം മനുഷ്യൻ എങ്ങോട്ടേ നോക്കത്തുള്ളൂ. മനുഷ്യൻ പൊന്നും വെള്ളിയും മുത്തുമൊക്കെ കണ്ട അതിലേക്ക് നോക്കത്തുള്ളൂ. പക്ഷെ ദാവീദ് നോക്കിയത് അവന്റെ തലയിലിരിക്കുന്ന പൊന്നും വെള്ളിയും മുത്തിനകത്തേക്കുമല്ല. അവൻ കണ്ടോ ദ ഫ്ലഷ് താമ്രത്തിനകത്ത് അവന്റെ നെറ്റിത്തടം അവൻ തെളിയിച്ചു കണ്ടോ. ഇന്നു രാത്രി if you are ready, if you are wise to discern the garments, you can defeat the demonic authorities. തിരിച്ചു വന്നപ്പോൾ ദാവീദിന്റെ അടുക്കൽ ചിലർ ചോദിച്ചു കാണും, എന്നാലും മോനെ നീ എങ്ങനെയാ അത്രയിടം കണ്ടുപിടിച്ചടാ? ദാവീദ് പറയും, ദൈവം എൻ്റെ അകത്ത് നൽകിയിരിക്കുന്ന ദർശനം ലോകത്തിൻ്റെ സുഖങ്ങളിലേക്ക് കണ്ണു മഞ്ഞളിപ്പിക്കുന്ന കാഴ്ചകളിലേക്ക് പോകുന്ന ദർശനമല്ല എൻ്റെ ദർശനം. അതിനകത്ത് മറഞ്ഞിരിക്കുന്ന ജഡത്തെ കാണുന്ന ദർശനമാണ് എൻ്റെ ദർശനം.
എല്ലാവരും താമ്രം കണ്ടപ്പോൾ, എല്ലാവരും കവേർഡ് പോർഷൻ കണ്ടപ്പോൾ, ദാവീദ് അൺകവേർഡ് ആയിട്ടൊരു പോർഷൻ കണ്ടോ? യെസ്. ഇന്ന് രാത്രി ദൈവജനത്തോട് ഞാൻ പറയട്ടെ, എല്ലാവരും മഞ്ഞളിപ്പ് കാണുമ്പോൾ, ആമേൻ, അതിനകത്തെ ഒരു ഫ്ലഷിനെ കാണാൻ, എല്ലാവരും പുറമേയുള്ള മോടി കാണുമ്പോൾ അതിനകത്തുള്ള സൈറ്റനിക് ഡിസെപ്ഷനെ കാണുവാൻ ഇന്ന് രാത്രി കൃപയുള്ള ദൈവജന കരമടിച്ച് സ്തോത്രം ചെയ്ത് കയറി വരട്ടെ. Shalbona Karbelia Talbenadi. ഞാൻ ഇതിനിടയ്ക്ക് ഒരൊറ്റ പോയിന്റും കൂടെ പറഞ്ഞ് ഇതിനകത്ത് ഒരു പോയിന്റ് ഞാനൊന്ന് കുത്തിക്കയറ്റിയ ഒരു കാര്യം പറയാതെ എനിക്ക് പോകാൻ പറ്റുന്നില്ല. ജീസസ് ഐഫോൺ 16 ഇപ്പൊ എത്ര രൂപ വില കാണും? 1.5 ലക്ഷം കാണത്തില്ലേ? കഴിഞ്ഞ വർഷം ഐഫോൺ 15 എത്ര രൂപ വിലയുണ്ടായിരുന്നു? 1.5 ലക്ഷം ഇല്ലായിരുന്നു. ഈ വർഷം ഐഫോൺ 15 എത്ര രൂപ വിലയുണ്ട്? 60,000 രൂപ. 1 ലക്ഷം കുറഞ്ഞു. 3000 mAh ബാറ്ററി 6000 പോലും ആക്കിയിട്ടില്ല. അവൻ ഇപ്പോഴും പഴയ ബാറ്ററിയും പഴയ സ്ക്രീനും പഴയ ക്യാമറയും അവൻ പഴയ സെറ്റപ്പിൽ തന്നെ വിൽക്കുന്നത്. പിന്നെ അപ്പുറത്തൊരു സ്വിച്ച് വെക്കും, ഇപ്പുറത്തൊരു ലൈറ്റ് വെക്കും, ഇത് വെക്കും. ഇവനെന്താ മനുഷ്യരെ പൊട്ടനാക്കുവാണോ? നോ. ഒരു ഐഫോണിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ 10% പോലും വരുന്നില്ല. പിന്നെ ഇവന് ഈ കാശ് മുഴുവൻ എന്തെടുക്കുകയാ? നിങ്ങൾ പറയും പരസ്യത്തിന് പോകും, കമ്പനിക്ക് പോകും. നോ, സിംപ്ലി അവൻ ബാക്കി 90% അവൻ്റെ R&Dയിലാണ് ചെലവഴിക്കുന്നത്. റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. അവൻ റിസർച്ച് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ എല്ലാം ഫോണിൽ ലിഥിയം അയൺ ബാറ്ററിയാണ് ഓടുന്നത്. താമസിയാതെ അത് കാർബൺ ടെക്നോളജിയിലേക്ക് മാറും. അവൻ വേറെ ഒരു ടെക്നോളജിയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഞാൻ വേഗത്തിൽ പറയാം, ഒറ്റ വാക്കിൽ പറയാം, ഹീ ഈസ് മൂവിങ് ടു ദ 666. പക്ഷെ അത് മൂവ് ചെയ്യാൻ അവന് വർഷം തോറും കോടികൾ വേണം. ഈ കോടികൾ അവൻ ആരുടെ കയ്യിൽ നിന്ന് മേടിക്കും? നമ്മളുടെ കയ്യിൽ നിന്ന് മേടിക്കും. ഒരു 5 വർഷം മുമ്പ് ഒരു ആപ്പിൾ വാച്ചും ഒരു ഐഫോണും ഒരു എയർപോഡും കൂടെ മേടിച്ചപ്പോൾ നിങ്ങൾക്ക് എത്ര രൂപയായി കാണും? ഒരു 2.5 ലക്ഷം രൂപ ആയി കാണും. ഇന്ന് അതെല്ലാം കൂടെ തൂക്കി വിറ്റാൽ എത്ര രൂപ കിട്ടും? 5000 രൂപ പോലും കിട്ടത്തില്ല. അന്ന് നിങ്ങളൊരു റാഡോ വാച്ച് മേടിച്ചിരുന്നെങ്കിലോ? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ഈ കാര്യം? അന്ന് നിങ്ങളൊരു റാഡോ വാച്ച് മേടിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ മക്കളും കൂടെ കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ അത് കെട്ടിക്കൊണ്ട് നടന്നേനെ. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് ഇത്രയുമേ ഉള്ളൂ. ഓരോ പ്രാവശ്യം പുതിയ ഐഫോൺ വരുമ്പോൾ, അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ, അറിഞ്ഞോ അറിയാതെയോ, വി ആർ സപ്പോർട്ടിങ് ദ അറൈവൽ ഓഫ് ആൻറ്റി ക്രൈസ്റ്റ്. ജീസസ്, വി ആർ സപ്പോർട്ടിങ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഐഫോൺ മേടിക്കുന്നവരൊന്നും സ്വർഗത്തിൽ പറ്റും? ഞാൻ അതൊന്നുമല്ല പറയുന്നത്. എൻ്റെ സഹോദരങ്ങളെ, ഐഫോണിൻ്റെ 4 ഇരട്ടി വലിപ്പമുള്ള ഒരു ഐപാഡിന് അവൻ 50,000 രൂപ, 60,000 രൂപ, 80,000 രൂപ വരെ മേടിക്കുമ്പോൾ, അതിനെക്കാട്ടിലും 100 ഇരട്ടി മെമ്മറിയുള്ള ഒരു മാക്ബുക്ക് അവൻ 2 ലക്ഷം രൂപയ്ക്ക് വിൽക്കുമ്പോൾ, ഈ ഒരു സാധനം 1.5 ലക്ഷം രൂപയ്ക്ക് മേടിക്കുന്ന മിടുക്കാ. ആമേ. മിടുക്കനെ നല്ല വിളിച്ചതെന്ന് നിങ്ങൾക്കറിയാം. ആമേ. ഡിസെപ്ഷൻ. നമ്മൾ നോക്കുന്നത് എന്ത് മാത്രമാണ്? താമ്രം മാത്രമാണ്. അതിനകത്തൊരു ഫ്ലഷ് ഉണ്ട്. അതിനകത്തൊരു ഫ്ലഷ് ഉണ്ട്. അതിനകത്തൊരു ഫ്ലഷ് ഉണ്ട്. ഡിസേൺ. ഞാൻ ടെക്നോളജിക്ക് ഒന്നും എതിരല്ല. വി നീഡ് ഇറ്റ്.
പക്ഷേ അത് നമ്മൾ ആമേൻ ദൈവഹിതപ്രകാരം മനുഷ്യൻ്റെ മുമ്പാകെ കാണിക്കാനോ മനുഷ്യൻ്റെ മുൻപാകെ പിടിച്ചു നിൽക്കാനോ അല്ല. ഇഫ് ഇറ്റ്സ് an essential product for you, you can use it. സ്തോത്രം. ഞാൻ മുമ്പോട്ട് പോകട്ടെ, സമയം വേഗത്തിൽ പോകുന്നു. സ്തോത്രം. ബലാത്കാരത്തിൻ്റെ വസ്ത്രങ്ങൾക്കകത്ത് ഫ്ലഷിനെ കാണുക. ഇന്ന് പല വേഷങ്ങളും നമ്മുടെ അകത്തേക്ക് കയറി വരുമ്പോൾ വാസ്തവത്തിൽ അത് നമ്മളെ ബലാത്കാരം ചെയ്യുകയാണ്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ചർച്ചിലെ പാസ്റ്റർ പറയുകയാണ് 1,00,000 രൂപ എല്ലാ ദൈവമക്കളും ഇടണം, നമുക്കൊരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞാൽ നിങ്ങളിൽ എത്ര പേരിടും? പക്ഷേ നിങ്ങൾ ഐഫോണിൻ്റെ പരസ്യം കണ്ടാൽ, ഒരു പുതിയ പ്രൊഡക്റ്റിൻ്റെ പരസ്യം കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് അറിയാതെ അതിനുവേണ്ടി ഏങ്ങുകയല്ലേ? അറിയാതെ അതിനുവേണ്ടി അങ്ങ് തപിക്കുകയല്ലേ? You are not seeing the flesh. You are only seeing the covers of deception. അത് ബലാത്കാരത്തിൻ്റെ വസ്ത്രമാണ്. നിങ്ങളുടെ അധ്വാന ഫലത്തിൽ നിന്ന് 1,00,000 രൂപ വെച്ച് അവൻ കുറഞ്ഞത് 1.5 വിട്ടുള്ള വർഷങ്ങളിൽ മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. നിങ്ങൾക്ക് ഐഫോൺ അത്ര ആവശ്യമാണെങ്കിൽ ഈ വർഷം 15 മേടിക്കുക, അടുത്ത വർഷം 16 മേടിക്കുക. അവൻ പകുതിയിൽ താഴെ വിലയ്ക്ക് നിങ്ങൾക്ക് തരും. സെക്കൻഡ് ഹാൻഡ് അല്ല മേടിക്കേണ്ടത്, ഫസ്റ്റ് തന്നെ മേടിച്ചോ. പക്ഷേ ഒരു 10 മാസം, ഒരു 12 മാസം കഴിഞ്ഞ് നീ പോയി സെയിം പ്രൊഡക്റ്റ് മേടിയത്. ആമേൻ. ഈ 1 വർഷത്തെ മൂപ്പിന് വേണ്ടിയാണ് 1,00,000 രൂപ കളയുന്നത്. ഡിസെപ്ഷൻ, ബലാത്കാരത്തിൻ്റെ വസ്ത്രം പിടിച്ചു പറിച്ചുകൊണ്ട് പോവുക. കയ്യിലില്ലെങ്കിൽ ആമേൻ EMI ഇട്ടായിരുന്നാലും മേടിക്കും. ഇനി അടുത്ത സിസ്റ്റം വരികയാണ്. EMIയും വേണ്ട, ഫോൺ ചാർജിൻ്റെ കൂടെ ഒരു 10% എക്സ്ട്രാ കൊടുത്താൽ മതി. ഫോൺകാർ തന്നെ തന്നോളും. പണ്ട് നമ്മുടെ നാട്ടിൽ റിലയൻസിൻ്റെ ഫോൺ വന്നില്ലേ, തെങ്ങ് കയറ്റക്കാരന് ഫോൺ കൊടുത്തതുപോലെ. അന്നത്തെ പരസ്യം തന്നെ അതായിരുന്നു, തെങ്ങിലിരുന്ന് ഹലോ വിളിക്കുന്നത്. ബലാത്കാരത്തിൻ്റെ വസ്ത്രത്തെ തിരിച്ചറിയുക. ഞാൻ വേഗത്തിൽ രാവിലെ പറഞ്ഞ ഒരു പോർഷനെ കൂടെ തൊട്ടിട്ട് പോകട്ടെ. ഞാൻ ഇതൊക്കെ തൊട്ടുപോകാൻ വന്നതാ, പക്ഷെ പരിശുദ്ധാത്മാവിനെ അവിടെ പിടിച്ച് നിർത്തിയത് കൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. സ്തോത്രം. രണ്ടാമത് നമ്മൾ ഡിസേൺ ചെയ്യേണ്ടതായ വസ്ത്രം. 2 സ്തോത്രം, നമ്മൾ തന്നെ ധരിക്കുന്നതായ വസ്ത്രം. അതിൽ ഒന്നാമത്തേത് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 7-ാം വാക്യത്തിൽ നാം കണ്ടു. അവർ അത്തിയില കൂട്ടി തുന്നി. അവർ നഗ്നരെന്നറിഞ്ഞ് അവർ അത്തിയില കൂട്ടി തുന്നി. ആമേൻ. അവരുടെ ജീവിതത്തിൽ ഒരു വീഴ്ച പറ്റി, അവരുടെ ജീവിതത്തിൽ ഒരു നഷ്ടം പറ്റിയത് പറ്റി. ഇപ്പോൾ അവരെന്ത് ചെയ്യുകയാണ്? അവർ തന്നെ അവരുടെ പ്രശ്നത്തെ സോൾവ് ചെയ്യാൻ നോക്കുകയാണ്. ഡു നോട്ട് ട്രൈ ടു സോൾവ് യുവർ പ്രോബ്ലംസ് വിത്ത് യുവർ സ്ട്രെങ്ത്. നിന്റെ ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടും നിന്റെ പ്രശ്നങ്ങളെ നീ പരിഹരിക്കരുത്. പകരം ദൈവത്തിനായി കാത്തിരിക്കുക. യെസ്, ദൈവം നിനക്ക് ഒരു അമേൻ. ഇന്ന് ഞാൻ രാവിലെ പറഞ്ഞത് ആവർത്തിക്കുകയാണ്. അമേൻ. ഇന്ന് നീ ഉണ്ടാക്കുന്ന അത്തിയല്ലേ അടുത്ത വെയിലത്ത് ഉണങ്ങിപ്പോകും. നീ ഉണ്ടാക്കുന്ന ആ സൊല്യൂഷൻ, നീ ഉണ്ടാക്കുന്ന പരിഹാരം അത് അടുത്ത സീസണിൽ വാടിപ്പോകും. പക്ഷെ ദൈവം ഒരു പരിഹാരം തന്നാൽ അവൻ ശാശ്വത പരിഹാരം എന്നേക്കുമുള്ള വീണ്ടെടുപ്പിനെ നൽകും. Do not try to solve yourself. നിങ്ങൾ തന്നെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ നോക്കരുത്. പ്രശ്നങ്ങളെ ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുക്കുക. നിങ്ങൾ തന്നെ പ്രശ്നങ്ങളെ പരിഹരിക്കരുത്. പ്രശ്നങ്ങളെ ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുക്കുക. അത് രോഗമാകട്ടെ, പൈശാചിക പോരാട്ടമാകട്ടെ, സാമ്പത്തിക തകർച്ചയാകട്ടെ, കുടുംബത്തിനകത്തെ പ്രശ്നമാകട്ടെ, ഏത് പ്രശ്നവുമാകട്ടെ, ആമേൻ, ഗിവ് ഇറ്റ് ടു ഗോഡ്. ദൈവത്തിന് സമർപ്പിക്കുക. ദൈവം അത് പരിഹരിച്ചു തരാം.
രണ്ടാമത്തെ ഭാഗത്തിലേക്ക് ഞാൻ കയറുകയാണ്. 30-ാം സങ്കീർത്തനം 11-ാം വാക്യം. 30-ാം സങ്കീർത്തനം 11-ാം വാക്യം. ആമേൻ. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, നീ എൻ്റെ രട്ട് അഴിപ്പിച്ചു, നീ എൻ്റെ രട്ട് അഴിച്ചു. ആമേൻ. രട്ടിനെ കുറിച്ച് ഞാൻ രാവിലെ ഓർപ്പിച്ചോ. രട്ട് തിരുവെഴുത്തിൽ, ആമേൻ, രട്ട് ഉടുത്തതെല്ലാം തിരുവെഴുത്തിൽ എവിടെയും ഒരു മനുഷ്യൻ വേറൊരുവനെ കൊണ്ടുവന്ന് രട്ടുടുപ്പിക്കുന്നത് കാണാൻ കഴിയത്തില്ല. രട്ട് എന്ത് ചെയ്യുകയാണ്? നമ്മൾ തന്നെ വാരി ഉടുക്കുകയാണ്. ഈ യാക്കോബ് തൻ്റെ വസ്ത്രം കീറി രട്ട് ഉടുത്തു. ഹിസ്കിയാവ് രട്ട് ഉടുത്തു. ജനം രട്ട് ഉടുത്തു. മോർദെഖായി പൂഴി തലയിൽ വാരിയിട്ട് രട്ടുടുത്ത് രാജാവിൻ്റെ വാതിൽക്കൽ വരെ എത്തി. അവൻ രട്ട് ഉടുക്കുവാൻ തുടങ്ങി. ആമേ, രട്ട് തന്നെത്താൻ ധരിക്കുകയാണ്. എന്നാൽ ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നിന്ന് ഞാനൊരു വാക്യത്തെ നിങ്ങളെ കാണിച്ചിരുന്നു. അതൊരല്പം കഠിനമായി പോയി. ഇയ്യോബ് പറയുകയാണ്, 16-ാം അധ്യായം 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇയ്യോബ് 16-15 അവിടെ പറയുകയാണ്, ആമേ, ഞാൻ രട്ടെന്തോ ചെയ്ത് ഉടുത്തെന്നല്ല പറഞ്ഞത്, എൻ്റെ തൊക്കിനോടുകൂടെ അതങ്ങ് കൂട്ടി തുന്നി വെച്ചോ. ഇന്ന് രാത്രി ഞാനൊരു യാഥാർത്ഥ്യം പറയട്ടെ. ഞാൻ അതിൻ്റെ വേറെ ഒരു ഭാഗം പറഞ്ഞിരുന്നു. പഴുപ്പിനോട് ചേർന്ന് തൻ്റെ ശരീരത്തോട് ചേർന്ന് രട്ട് ഒട്ടുന്ന ഭാഗം. പക്ഷെ ഞാനതിനെ സ്പിരിച്വലി കൊണ്ടുവരികയാണ്. ഇന്ന് അനേക ദൈവമക്കളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് രട്ട് അവരവരുടെ ജീവിതത്തോട് ചേർത്ത് കൂട്ടി തുന്നി വെച്ചിരിക്കുക. അമ്മേ, സങ്കടത്തെ വിട്ടുകളയാൻ മനസ്സില്ല, ഭാരത്തെ വിട്ടുകളയാൻ മനസ്സില്ല. ജീവിതത്തിൽ ഇന്നലകളിൽ എവിടെയോ വന്ന ഒരു വേദന ഇന്നും ജീവിതത്തിൽ മുറുകെ പിടിച്ചുകൊള്ളുകയാ. പപ്പ മരിച്ചിട്ട് വർഷം 10ആയി, പക്ഷെ ഇപ്പോഴും അതോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുക. മമ്മി മരിച്ചിട്ട് വർഷം 15ആയി, പക്ഷെ ഇപ്പോഴും അതോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുകയാ. ഭർത്താവ് മരിച്ചിട്ട് വർഷം 8ആയി, ഇപ്പോഴും അതിൻ്റെ ഡിപ്രഷൻ അകത്തുനിന്ന് കയറി വന്നിട്ടില്ല. നീ ആ രട്ടിനെ നിന്റെ ശരീരത്തോട് ചേർത്ത് കൂട്ടിത്തുന്നി വെച്ചിരിക്കുകയാ. എന്നാൽ 30-ാം സങ്കീർത്തനത്തിൽ പറയുകയാണ്, ഈ 2024 അവസാനത്തിൽ ദൈവത്തിന് ആ രട്ടം അഴിച്ചു മാറ്റാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. തന്റെ കുഞ്ഞ് മരിച്ചു എന്നറിഞ്ഞപ്പോൾ ദാവീദ് എഴുന്നേറ്റിട്ട് വസ്ത്രം മാറി കുളിച്ച് വസ്ത്രം മാറി തൈലം പൂശി താൻ യഹോവയുടെ ആലയത്തിലേക്ക് പോവുകയാണ്. താൻ ഭക്ഷിപ്പാൻ തുടങ്ങുകയാണ്. ഇന്നു രാത്രി ഞാൻ ദൈവജനത്തോട് പറയട്ടെ, ഇന്നലകളിൽ എവിടെയെങ്കിലും ഒരു സങ്കടത്തിന്റെ തിര നിന്റെ വീട്ടിൽ കയറിയിട്ടുണ്ടായിരിക്കാം. ഒരു സങ്കടത്തിന്റെ കാറ്റ് നിന്റെ വീട്ടിൽ കയറിയിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഇന്നു രാത്രി ആ സങ്കടത്തിന്റെ പുതപ്പിനെ വലിച്ചെറിഞ്ഞുകളാ. എനിക്കിനി കരയാൻ മനസ്സില്ലെന്നേ, എനിക്കിനി നിരാശപ്പെടാൻ മനസ്സില്ലെന്നേ. എനിക്കൊരു ദൈവമുണ്ട്. അവന്റെ സന്നിധിയിൽ സന്തോഷത്തിന്റെ പരിപൂർണതയോ അവന്റെ വലത്തുഭാഗത്ത് നിത്യ പ്രമോദങ്ങളുമുണ്ട്. I shall rejoice, I shall rejoice, I shall rejoice. Ebara baraba pravaria raldana kadara gatalam pravadia raba pravaria raldana kadara mana katal benadi. Jesus, ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, റമസകൽ ഗനാദി, മാറയുടെ തീരത്തൊരു വൃക്ഷം ഉണ്ടായിരുന്നു. ആമേ, ഈ മാറയുടെ തീരത്തുള്ള വൃക്ഷം അത് തൈയായിരുന്നപ്പോൾ എവിടെയായിരുന്നു? ഈ മാറയുടെ തീരത്ത്. ഈ വൃക്ഷം വളർന്നത് മുഴുവൻ എന്ത് വെള്ളം കുടിച്ച? ഈ വൃക്ഷം വളർന്നത് മുഴുവൻ എന്ത് വെള്ളം കുടിച്ച? കയ്പ് വെള്ളം കുടിച്ച. പക്ഷേ മോശയുടെ അടുക്കൽ ദൈവം പറഞ്ഞു, ആ വൃക്ഷത്തെ കണ്ടോ, അവൻ കയ്പ് വെള്ളം കുടിച്ച് വളർന്നതാ, പക്ഷെ അവന്റെ അകത്തൊരു അധികാരമുണ്ട് ഈ കയ്പിനെ മധുരമാക്കാൻ. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലേ, നീ ഒത്തിരി സങ്കടം തിന്ന് വളർന്നവനായിരിക്കോ, നീ ഒത്തിരി നിന്നതിന് വളർന്നവനായിരിക്കോ, നീ ഒത്തിരി കണ്ണുനീര് കുടിച്ച് വളർന്നവനായിരിക്കോ. പക്ഷെ നിനക്കൊരു അധികാരമുണ്ട് ആ കണ്ണുനീരിനെ മാറ്റാൻ. നീ ഒത്തിരി കണ്ണുനീര് കുടിച്ച് വളർന്നതാ,
മാറയുടെ അരികത്ത് നിന്ന വൃക്ഷം പറയോ, ഞാൻ ഒത്തിരി കയ്പ് കുടിച്ച് വളർന്നതാ, പക്ഷെ നിനക്ക് പറയാൻ വേറെ ഒന്നുണ്ട്, ഞാൻ ഒത്തിരി കണ്ണുനീര് കുടിച്ച് വളർന്നവനാ. പക്ഷെ മോശയുടെ അടുക്ക ദൈവം പറഞ്ഞു, അവൻ കയ്പ് കുടിച്ച് വളർന്നവനാ, അവൻ കണ്ണുനീര് കുടിച്ച് വളർന്നവനാ, പക്ഷെ ഇപ്പൊ അവന്റെ മേലൊരു അധികാരമുണ്ട്, ഇപ്പൊ അവന്റെ മേലൊരു അഭിഷേകമുണ്ട്. ആ കയ്പിനെ മാധുര്യമാക്കാൻ receive the power, receive the power. ഇനി ഞാൻ കരയത്തില്ല. ഏല ബാഡി ജാന വൈഡ അർത്ഥമാര ജീരാധാര. I rebuke every spirit of depression, every spirit of sorrow. നീ ഇനി കരയത്തില്ല. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇതാ ഒരു ആറ്റം ബോംബ് പോലെ നിന്റെ ഹൃദയത്തിൽ വീണ് പൊട്ടുക, പൊട്ടുക. നിരാശ കൊണ്ട് നിന്നെ കെട്ടിയിടുമെന്ന്, സങ്കടം കൊണ്ട് നിന്നെ കെട്ടിയിടുമെന്ന്, കണ്ണുനീര് കൊണ്ട് നിന്നെ ഒതുക്കുമെന്ന് ശത്രു വാദിച്ച മേഖലയ്ക്കകത്ത് ഇന്ന് രാത്രി സങ്കടത്തിന് ഞാൻ ഒതുങ്ങി കൊടുക്കത്തില്ല. അതരം തുറന്ന് അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങ. സങ്കടത്തിന് ഞാൻ ഒതുങ്ങി കൊടുക്കത്തില്ല. താല്പര്യമുള്ളവർക്ക് എഴുന്നേറ്റ് നിൽക്കുക, താല്പര്യമുള്ളവർക്ക് എഴുന്നേറ്റ് നിൽക്കുക. ഇന്ന് രാത്രി ഒരു കാറ്റടിച്ച് മേഘം പറന്നു പോകുന്നത് പോലെ നിന്റെ ഹൃദയത്തിലെ ഭാരത്തെ ദൈവം എടുത്തു മാറ്റുകയാ. വിലാപത്തെ നൃത്തമാക്കുകയാ, രട്ടിനെ അവൻ ഉത്സവ വസ്ത്രമാക്കുകയാ. നീ നിന്റെ ത്വക്കിനോട് കൂട്ടി വെച്ച ആ ദുഃഖത്തെ, ആ രട്ടിനെ കർത്താവ് അഴിച്ചു മാറ്റുകയാ. അന്യഭാഷകളിൽ, അന്യഭാഷകളിൽ, കണ്ണുകളെ അടച്ച അന്യഭാഷകളെ മാറായെ മധുരമാക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. മാറായെ മധുരമാക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. മാറായെ മധുരമാക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. ഇന്ന് രാത്രി victory over every spirit of sorrow. ഇന്ന് രാത്രി നിന്റെ കണ്ണുനീർ ദൈവം തുടച്ചു കളയുന്നു. ദുഃഖവും മുറവിളിയോ ഓടിപ്പോകുക. മറായെ മധുരമാക്കി തീർക്കുമാവേ, മറായെ മധുരമാക്കി തീർക്കുമാവേ, പറയെ പിളർന്നു ദാഹം പോക്കും, പിളർന്നു ദാഹം പോക്കും. ഓ മറായെ മധുരമാക്കി, ഓ മറായെ മധുരമാക്കി, പറയെ പിളർന്നു, ഓ മറായെ മധുരമാക്കി. പിളർന്നു കരമടിച്ച് ശക്തിയോടെ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി. സംഹാരദൂത് എന്നെ കടന്നു പോയി, സംഹാരദൂത് എന്നെ കടന്നു പോയി. ആനന്ദമേ പരം ആനന്ദമേ, ആനന്ദമേ പരമാനന്ദമേ കനാൻ ജീവിതം. ഓ ശവരാജ രൗഡവരകതോ വിമലാജ വൈഡാരകതോ. ഓ ആനന്ദമേ പരം, ഓ ആനന്ദമേ ശിവരാജ രകജ രകജ വൈഡാരകജ. ഓ ആനന്ദമേ ശവരാജ രൈഡാരകത വിമലാജ രംദേ. ഓ കനാൻ ജീവിതം. എനി ശബ്ദമുയർത്തി എനിക്ക് കരയോ മനസ്സില്ലെന്ന്. ആനന്ദമേ, ഓഹോ എനിക്ക് സങ്കടപ്പെടാൻ മനസ്സില്ല. ശമൂവേലേ, നീ എത്രത്തോളം ദുഃഖിച്ചുകൊണ്ടിരിക്കും? പരമാനന്ദമേ, ആനന്ദമേ വികലാജ രൗഡാരകത ആനന്ദമേ കനാൻ ജീവിതം എനിക്കാനന്ദമേ. എന്റെ ബലവോ എന്റെ സങ്കേതമോ, എന്റെ ബലവോ എന്റെ സങ്കേതമോ, എന്റെ
ഹല്ലേലൂയ. എന്നെ രക്ഷയും യേശുവത്രേ ഹല്ലേലൂയ. എന്നെ കടന്നുപോയി, എന്നെ കടന്നുപോയി, എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. സഭാരദൂതൻ എന്നെ കടന്നുപോയി, സഭാരദൂതൻ എന്നെ കടന്നുപോയി. താരായെ മധുരമാക്കി തീർക്കുമവൾ, താരായെ മധുരമാക്കി തീർക്കുമവൾ, താരയെ പിളർന്നു ദാഹം പോകുമവൾ, താരയെ പിളർന്നു ദാഹം പോകുമവൾ. സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സഭാരദൂതൻ എന്നെ കടന്നുപോയി, സഭാരദൂതൻ എന്നെ കടന്നുപോയി. അരൂപിലെ ദൈവം എനിക്കധിപതിയേ, അരൂപിലെ ദൈവം എനിക്കധിപതിയേ, തരും അവൻ പുതുമന്ന അതുമതിയേ, തരും അവൻ പുതുമന്ന അതുമതിയേ. സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സഭാരദൂതൻ എന്നെ കടന്നുപോയി, സഭാരദൂതൻ എന്നെ കടന്നുപോയി. അരൂപിലെ ദൈവം എനിക്കധിപതിയേ, അരൂപിലെ ദൈവം എനിക്കധിപതിയേ, തരും അവൻ പുതുമന്ന അതുമതിയേ, തരും അവൻ പുതുമന്ന അതുമതിയേ. സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സഭാരദൂതൻ എന്നെ കടന്നുപോയി, സഭാരദൂതൻ എന്നെ കടന്നുപോയി. എന്റെ ബലവും എന്റെ സങ്കേതവും, എന്റെ ബലവും എന്റെ സങ്കേതവും, എന്റെ രക്ഷയും യേശുവത്രേ ഹല്ലേലൂയ, എന്റെ രക്ഷയും യേശുവത്രേ ഹല്ലേലൂയ. സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സഭാരദൂതൻ എന്നെ കടന്നുപോയി, സഭാരദൂതൻ എന്നെ കടന്നുപോയി. ആനന്ദമേ പരമാനന്ദമേ, ആനന്ദമേ പരമാനന്ദമേ, കനാൻ ജീവിതം എനിക്കാനന്ദമേ, കനാൻ ജീവിതം എനിക്കാനന്ദമേ. സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സഭാരദൂതൻ എന്നെ കടന്നുപോയി, സഭാരദൂതൻ എന്നെ കടന്നുപോയി. ആരായ മധുരമാക്കി തീർക്കുമവൻ, ആരായ മധുരമാക്കി തീർക്കുമവൻ, പറയെ പിളർന്നു ദാഹം പോകുമവൻ, പറയെ പിളർന്നു ദാഹം പോകുമവൻ. സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സഭാരദൂതൻ എന്നെ കടന്നുപോയി, സഭാരദൂതൻ എന്നെ കടന്നുപോയി. സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സഭാരദൂതൻ എന്നെ കടന്നുപോയി, സഭാരദൂതൻ എന്നെ കടന്നുപോയി, സഭാരദൂതൻ എന്നെ കടന്നുപോയി, സഭാരദൂതൻ എന്നെ കടന്നുപോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ഉടാ ചെയ്ത പ്രിയലോടാ റിയലോടാ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
വിക്ടറി, ആമേൻ, സ്തോത്രം, റിക്കവറി ദൈവം നൽകി കൊടുക്കുന്നതിനായി സ്തോത്രം. കണ്ണുകൾ അടയ്ക്കാം. ദൈവം നമുക്ക് പ്രാർത്ഥിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കാം. ശനിയാഴ്ച പകൽ സമയം 10 മണിക്ക് ഈ ഹാളിൽ വീണ്ടും നമ്മൾ കൂടി വരുന്നു. 10 മണി നമുക്ക് മീറ്റിംഗ് ഉണ്ട്, ആമേൻ, സെഷൻ ഉണ്ട്. വൈകുന്നേരം 7 മണിക്ക് ശനിയാഴ്ച ഇതേ ഹാളിൽ നമുക്ക് കൂടി വരുമുണ്ട്. കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. നമ്മൾ കേട്ട ദൂതിൽ മുമ്പിൽ നമുക്ക് സമർപ്പിക്കാം ദൈവമക്കളെ. ഹല്ലേലൂയ. കർത്താവ് എത്ര ശക്തമായ നമ്മളോട് സംസാരിച്ചിരിക്കുന്നത്. ആമേൻ. വസ്ത്രങ്ങളെല്ലാം, ഹല്ലേലൂയ, അതിലുള്ള ഡിസെപ്ഷൻസിനെ മനസ്സിലാക്കി ഈ ദിവസങ്ങൾ, ആമേൻ, ദൈവസഭ, ദൈവമക്കൾ, കുടുംബങ്ങൾ, ഹല്ലേലൂയ, അടുത്ത തലമുറ, ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ ഒരുക്കി ആമേൻ, ദൈവം പ്രിപ്പയർ ആകുവാൻ ദൈവം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ കടന്നു പോകുന്നല്ലോ, ദൈവ സാന്നിധ്യം കൂടിയിരിക്കട്ടെ. നമ്മളെ ആരാധനകൾ ദൈവം കൂടിയിരിക്കട്ടെ. നാളത്തെ ആമേൻ വിശുദ്ധ ആരാധനകൾ ദൈവത്തിന്റെ പ്രസാദമായി തീരുവാൻ, ഹല്ലേലൂയ. നമ്മുടെ നല്ലൊരു പലരും രോഗത്താൽ ഭാരപ്പെടുന്നുണ്ട്, പലരും യാത്രകൾ ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്ന് സന്ധ്യാസമയം നമ്മൾ സുനിൽ ബ്രദർ കുടുംബം യാത്ര ചെയ്യുന്നു, നമ്മൾ ലൗലി ആൻഡി യാത്ര ചെയ്യുന്നു. ആമേൻ, സ്വന്തം അനേകർ വരുന്ന ദിവസങ്ങൾ യാത്ര ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം, യാത്ര ദൈവം കൂടിയിരിക്കട്ടെ.